രാജലക്ഷ്മി പിള്ളൈ കൊച്ചി കേന്ദ്രയിൽ നിന്ന് BPSC 144 യൂണിറ്റ് 5 ഇന്ന് നമ്മൾ 2 യൂണിറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂണിറ്റ് 5ഉം യൂണിറ്റ് 6ഉം അതാണ് പരാമർശിക്കാൻ പോകുന്നത് സൗത്ത് ഏഷ്യൻ്റെ. അപ്പോൾ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ്, അതായത് ഇന്ത്യ, ശ്രീലങ്ക, മാൽദീവ്സ്, ഇവിടെയൊക്കെ കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു പൊളിറ്റിക്കൽ സിസ്റ്റം എന്താണ്. ഡേവിഡ്സന്റെ അഭിപ്രായ പ്രകാരം അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഇന്ററാക്ഷനാണ്. ഒരു സൊസൈറ്റിക്കകത്തുള്ള ആൾക്കാരുടെ ഇന്ററാക്ഷനും ബൈൻഡിങ്ങും അതോറിറ്റേറ്റീവ് ആയിട്ടുള്ളത് ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയാം. ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തില് ഗബ്രിയൽ ആൽമണ്ടും ജെയിംസും പറഞ്ഞിട്ടുള്ള 3 പ്രധാന ഫങ്ഷൻസ് ഉണ്ട്. കോർ ഫങ്ഷൻ എന്ന് പറയും. അതിന്റെ പേര് കോർ ഫങ്ഷൻസ് ആണ്. ഈ 3 കോർ ഫങ്ഷൻ അല്ലെങ്കിൽ സുപ്രധാനമായ ഫങ്ഷൻസ് എന്താ നോക്കുമ്പോൾ ആദ്യത്തെ ഫങ്ഷൻ വരുന്നത് ഇന്റഗ്രേഷൻ ആണ്. അതായത് സൊസൈറ്റിയിൽ എല്ലാവരും നമ്മൾ ഇന്റഗ്രേഷൻ ആയിട്ടുള്ള നോംസ് ആണ്. രണ്ടാമതായിട്ട് വരുന്നത് അഡോപ്റ്റ് ചെയ്യാൻ. അപ്പൊ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമ്പോൾ അതിനെ അഡോപ്റ്റ് ചെയ്യാനും അതിന്റെ ആവശ്യമായ വിധത്തിലുള്ള ചേഞ്ചസ് കൊണ്ടുവരാനും സോഷ്യൽ, എക്കണോമിക്, റിലീജിയസ് സിസ്റ്റത്തിന് അത് പെട്ടെന്നൊന്നും പഴയ ആൾക്കാർ പെട്ടെന്നൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. ഒരു കാര്യവും അഡോപ്റ്റ് ചെയ്ത് മാറ്റത്തിനുള്ള ഒരു തുടക്കം, അത് രണ്ടാമത്തെ കോർ ഫങ്ഷനാണ്. മൂന്നാമത്തെ കോർ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊട്ടക്ഷൻ, ആ ഇന്റഗ്രിറ്റിനെ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു അവസ്ഥേനെ നമ്മൾ സിസ്റ്റമായിട്ട് നമ്മൾ, ഉദാഹരണത്തിന് ഇന്നലത്തെ പ്രസിഡൻഷ്യൽ ഓത്ത് ടേക്കിംഗ് കഴിഞ്ഞിട്ട് മാഡം പറഞ്ഞത് നമ്മളുടെ നാട്ടിൽ, അതായത് ഇന്ത്യയിൽ വളരെ വ്യത്യാസമായ ആൾക്കാർ ജീവിക്കുന്നുണ്ട്, വ്യത്യാസ ഭാഷ സംസാരിക്കുന്നവരുണ്ട്, വ്യത്യാസമായ പല വിധത്തിലുള്ള റിലീജിയൻ ഫോളോ ചെയ്യുന്നവരുണ്ട്. എന്തിനെന്നാൽ കൂടെയും ഇതെല്ലാം കൂടെ ഒരുമിപ്പിച്ച് കൊണ്ടുവരുമ്പോഴാണ് നമ്മളുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ഗവൺമെന്റിന്റെ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഇത്രയും കാലത്തെ 75 കൊല്ലത്തെ പ്രോഗ്രസ്സിൽ അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അങ്ങനെ ഇരുന്നാൽ മാത്രമേ നാട് അല്ലെങ്കിൽ നേഷൻ പ്രോഗ്രസ് ചെയ്യുള്ളൂ എന്ന് അവർ ഇന്നലെ പറയുകയും ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണ് ഈ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സിൽ വരുന്നത് അല്ലെങ്കിൽ പ്രോസസ്സിൽ വരുന്നത്. എല്ലാ ദിവസവും വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. വ്യത്യാസങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് അതിനെ എടുക്കാനും അക്സെപ്റ്റ് ചെയ്യാനും നമ്മൾക്ക് തയ്യാറായിരിക്കണം. അല്ലെങ്കിൽ ഈ കോവിഡ് വന്ന സമയത്ത് നമുക്കിന്ന് ഈ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി ഭയങ്കരമായിട്ടുള്ള പരാമർശമായിരുന്നു. ഇപ്പോൾ ഓൺലൈനിൽ ക്ലാസ് എടുക്കാനും ഓൺലൈനിൽ വർക്ക് ഫ്രം ഹോം എന്നുള്ളതും ആ കോൺസെപ്റ്റിനെ എല്ലാവരും എടുത്തു കഴിഞ്ഞു. കാരണം ഈ അഡോപ്ഷൻ വരുന്നത് വളരെ സ്ലോ ആയിരിക്കും. അപ്പൊ ഈ 3 കോർ ഫങ്ഷൻസ് ആണ് നമ്മളുടെ പൊളിറ്റിക്കൽ ഇന്റഗ്രേഷനിൽ നമ്മൾ വിചാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്ട്രക്ചേഴ്സും പ്രോസസ്സും എന്താന്ന് നോക്കാം. സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോസസ്സിൽ വരുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, സ്റ്റെബിലിറ്റി, ഗ്രോത്ത്, ഇന്ററാക്ഷൻ, പുറത്തുള്ള എക്സ്റ്റേണൽ എൻവയറമെന്റുമായിട്ടുള്ള ഈ ആക്ടിവിറ്റീസ്, അതായത് സ്റ്റെബിലിറ്റി വേണം, ഗ്രോത്ത് വേണം, ഇന്ററാക്ഷൻ വേണം. ഇത് എത്രത്തോളം എൻവയറമെന്റുമായിട്ട് മെർജ് ചെയ്ത് പോകുന്നു. രണ്ടാമതായിട്ട് നോക്കുമ്പോൾ നമ്മൾക്ക് തോന്നുന്നതിന് ഓരോ പൊസിഷനും ഓരോ ബൈൻഡിങ് ഡിസിഷനും ഉണ്ട്. അതായത് ആ ഡിസിഷൻ ഒന്നിനൊന്ന് ഒരുമിച്ച് പോകാനും അതിനെ അക്സെപ്റ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അത് ഏത് വിധത്തിൽ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത ആ പോളിസീനെ എൻഫോഴ്സ് ചെയ്ത് അതിൽ കൊണ്ടുവരുത്താനുള്ള ഒരു ഘടന വേണം. അതേസമയം നമ്മൾ ആ സിസ്റ്റത്തിനെ, പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ എത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്, അതിൻ്റെ ഫീഡ്ബാക്കിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ, പരാമർശം വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ഡിസിഷൻസ് ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ശ്രീലങ്കയുടെ കാര്യം പറയുന്നത്, ശ്രീലങ്ക വളരെ ചെറിയ ഒരു ഐലൻഡാണ്. ആ ഐലൻഡില് 65,600 സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ്, 22 മില്യൺ പോപ്പുലേഷൻ ആണ് ഉള്ളത്. അപ്പൊ പണ്ട് നമ്മൾ സിലോൺ എന്നാണ് അതിന്റെ പേര് വിളിച്ചിരുന്നത്, ഇപ്പോഴാണ് അത് ശ്രീലങ്ക ആയത്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ, പെനിൻസുലൻ ഇന്ത്യയില്
സൗതേൺ സൈഡിൽ തമിഴ്നാടിന്റെ അടുത്ത് നിന്ന് കുറച്ചുകൂടെ ദൂരെയാണ്, 30 കിലോമീറ്റേഴ്സ് ആണ് പെനിൻസുല, ഇന്ത്യൻ പെനിൻസുലന്റെ ഇതിന്റെ ലൊക്കേഷൻ. ശ്രീലങ്ക എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാം. ഓഷ്യാനിക് കോക്പിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഇവിടെ പല വിധത്തിലുള്ള ട്രേഡിംഗ് എൻട്രി പോയിന്റ് ആയിരുന്നു, മിഡ് പോയിന്റ് ആയിരുന്നു, മീറ്റിംഗ് പ്ലേസ്, ഹാർബർ ഉണ്ട്, എംബോറിയം ഉണ്ട്, ഇന്റർനാഷണൽ, അതിൽ കടൽ മാർഗം നടക്കുന്ന ബിസിനസ്സുകൾക്ക് ഒരു സെന്റർ അല്ലെങ്കിൽ ഒരു ഇന്ററാക്റ്റീവ് പോയിന്റ് അല്ലെങ്കിൽ ഒരു മിഡ് പോയിന്റ് എന്ന് പറയാൻ പറ്റും. യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള ഈ ബിസിനസ്സിൽ അവിടെ ശ്രീലങ്കയുടെ ഷിപ്പുകൾ വരുമ്പോൾ അവർക്ക് ഹാങ്കർ ചെയ്യാനും വേണ്ട ഒരു 1-2 ദിവസത്തെ റെസ്റ്റിനും അതുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ പൊസിഷൻ ഇവിടെ ശ്രീലങ്കയ്ക്കുണ്ട്. പിന്നത്തെ കാര്യം എന്താ വെച്ചാൽ ശ്രീലങ്ക വളരെ അട്രാക്ഷൻ ഉള്ള ഒരു ഐലൻഡാണ്. കാരണം പല വിധത്തിലുള്ള ഒരു ഐലൻഡ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആ ടൂറിസ്റ്റ് അട്രാക്ഷൻ കേന്ദ്രമായിട്ട് മാറും. കുറച്ചായിട്ട് ടൂറിസ്റ്റ് വരാൻ തുടങ്ങുകയും അവിടെ റിസോർട്ടുകൾ വരികയും അതുവഴി അവർക്ക് ധനം ശേഖരിക്കാൻ പറ്റുകയും ഇന്റർനാഷണൽ ലെവലിലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് വരികയും ചെയ്യുമ്പോൾ ആ കൺട്രി പതുക്കെ മുന്നിലേക്ക് പോകാൻ തുടങ്ങും. ശ്രീലങ്കയിലത്തെ ജനക്കൂട്ടത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ പറയുമ്പോൾ 75% സിംഗളൈസ് ആണ്. അതായത് അവിടത്തെ പൗരന്മാരാണ് സിംഗള ഒറിജിൻ ആയിട്ടുള്ളവര്. 11% ശ്രീലങ്കയിലുള്ള തമിഴന്മാരാണ്. അതേമാതിരി 9% അതിൽ മുസ്ലിംസ് ആണ്. 4% പ്ലാന്റേഷനിൽ, അതായത് ടീ പ്ലാന്റേഷൻ, കോക്കനട്ട് പ്ലാന്റേഷൻ അല്ലെങ്കിൽ കോഫി പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്ന തമിഴന്മാർ. ഇത് എങ്ങനെയാണ് ഈ തമിഴന്മാർ ഇവിടെ വരാൻ സാധ്യത എങ്ങനെയാ വെച്ചാൽ, നമ്മളുടെ തമിഴ്നാടിന്റെ അവിടെ നിന്ന് ധനുഷ്കോടിയിൽ നിന്ന് അവർക്ക് ഒരു ചങ്ങാടത്തിലൊക്കെ ക്രോസ് ചെയ്താൽ മതി. നമുക്കിപ്പോ നമ്മള് ഈ ധനുഷ്കോടി നമ്മളുടെ ആ സ്ഥലത്ത് പോയാല് അവിടെ നമുക്ക് കാണാൻ പറ്റും ശ്രീലങ്ക ക്ലോസ് ആയിട്ട് വരുന്നത് ഒരു ഗ്യാപ്പ്, ചെറിയ ഗ്യാപ്പാണ്. ശ്രീലങ്കയും തിരുച്ചിയും തമ്മിലുള്ള ചെറിയ ഗ്യാപ്പാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് തമിഴ് വർക്കേഴ്സ് അവരുടെ ടീ പ്ലാന്റേഷനില്, റബ്ബർ പ്ലാന്റേഷനില്, കോക്കനട്ട് പ്ലാന്റേഷനിലൊക്കെ പോയി പണിയെടുക്കുന്ന തമിഴന്മാര്. പിന്നെ കാലക്രമേണ ഈ തമിഴന്മാർ അവിടെ സെറ്റിൽ ആവുകയും അവരുടെ കുട്ടികൾ അവിടെ തന്നെ ഇരിക്കും. അത് അവര് ശ്രീലങ്കൻ തമിഴ്സായി. ആക്ച്വലി തമിഴ്നാട് സൗത്ത് ഇന്ത്യയുടെ, പെനിൻസുലർ ഇന്ത്യയുടെ സൗത്ത് ഇന്ത്യയുടെ താഴ്ഭാഗത്തുള്ള ഒരു ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്നാണ് ഈ തമിഴന്മാർ അങ്ങോട്ട് പോയിട്ടുള്ളത്. വലിയ പഠിപ്പൊന്നും വേണ്ടല്ലോ, പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യാൻ പഠിപ്പ് വേണ്ട. ശരീരത്തിലെ ഘടനയും സ്ട്രെങ്ത്തും ബോഡി സ്ട്രെങ്ത്തും മതി, പഠിപ്പിന്റെ ആവശ്യമില്ല. പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സില് ശ്രീലങ്കയിലുള്ള പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് എന്താ നോക്കാം. 4 തീയതി ഫെബ്രുവരി 1948 ബ്രിട്ടീഷിൽ നിന്ന് ശ്രീലങ്കയ്ക്ക് ഫ്രീഡം കിട്ടുന്നത്. ശ്രീലങ്കയും ബ്രിട്ടീഷിന്റെ കൺട്രോളിലായിരുന്നു. അപ്പോൾ അവർ ഫ്രീ ആയിട്ട് അവർക്ക് ഫ്രീഡം കിട്ടുന്നത് 47-ലാണ് ഇന്ത്യ ഫ്രീ ആവുന്നത്. അതിന് 1 വർഷത്തിന് ശേഷമാണ് ശ്രീലങ്ക ഫ്രീ ആവുന്നത് ബ്രിട്ടീഷിന്റെ കൺട്രോളിൽ നിന്ന്. ഈ ശ്രീലങ്കയുടെ പ്രോസസ്സിലും നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, 3rd കോൺസ്റ്റിറ്റ്യൂഷൻ 1978 47 ഉണ്ടായിരുന്നു, 72 20 പ്രാവശ്യമാണ് അമെൻമെന്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇന്നലെയും പറഞ്ഞു, അമെൻമെന്റ് എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് വെച്ചാൽ തിരുത്തുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിനെ വ്യത്യാസപ്പെടുത്തുക, അതിനാണ് അമെൻമെന്റ് എന്ന് പറയുക. അങ്ങനെ ഇവിടെ 20 പ്രാവശ്യം മാറ്റിക്കുറിച്ച് എഴുതിയിട്ട് വന്നിട്ടുണ്ട്. അതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോങ് ആയിട്ടുള്ള ഒരു വളരെ ദീർഘമായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് കൊൽബ്രഗ് കമ്മീഷൻ തുടങ്ങാണ്. 1833 തുടങ്ങി ക്രൂമാക്ലം കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന് 1910 അടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ റീഫോംസ് അല്ലെങ്കിൽ ഭരണഘടനയുടെ വ്യത്യാസങ്ങൾ വരുന്നത് 1920. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന റീഫോംസ് വരുന്നത് 1924. ഇങ്ങനെ മാറിയാണ് ഈ ഭരണഘടനയിൽ ചില വ്യത്യാസങ്ങൾ അവര് എഴുതി പിടിപ്പിച്ചിട്ട് റീഫോംസ് സോൾബറി കോൺസ്റ്റിറ്റ്യൂഷൻ റീഫോംസ് കൊണ്ടുവന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് ഞാൻ എപ്പോൾ പറയുമ്പോഴും അതിന്റെ അർത്ഥം ഭരണഘടനാ റീഫോംസ്. ഭരണഘടനയിൽ വ്യത്യാസം വന്നത് 1947. ഇനി ശ്രീലങ്കന്റെ പോളിറ്റി എന്താണ്? പൊളിറ്റിക്കലി അവർ എന്തായിരുന്നു അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. ഒരു പ്രസിഡൻഷ്യൽ ഗവൺമെന്റും ഒരു പാർലമെന്റ് ഗവൺമെന്റും കൂടെ ഒരു മിക്സറായിട്ട്
ഒരു മിക്സ് ചെയ്ത് പോകുന്ന ഒരു ഗവൺമെന്റ് ആണ് അവിടെ വന്നുകൊണ്ടത്. 78 മുമ്പ് 1978 മുമ്പ് ഒരു വെസ്റ്റ് മിനിസ്റ്റർ സ്റ്റൈലുള്ള പാർലമെന്ററി ഫോമാണ് അത്. ഇംഗ്ലണ്ടിലുള്ള വെസ്റ്റ് മിനിസ്റ്റർ സ്റ്റൈലുള്ള ഫോമായിരുന്നു, ഗവൺമെന്റ് ആണ് അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിൽ തന്നെ അവർ യൂണിറ്ററി ഇൻ നേച്ചർ, ഒറ്റക്കെട്ടായിട്ടെങ്കിൽ കൂടെയും, ഈ യൂണിറ്ററി എന്ന് പറയുമ്പോൾ ഒന്നെന്നാണ് അർത്ഥം, ഈ ഒന്നിലെ പൊളിറ്റിക്കൽ ആണെങ്കിൽ കൂടെയും അതിനെ 9 പ്രോവിൻസ് ആയിട്ടും 25 അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ട്രിക്റ്റ് ആയിട്ടും വിഭജിച്ചിരുന്നു. അങ്ങനെ വിഭജിച്ചാലും പക്ഷെ അതിനെ പൊളിറ്റിക്കലി നമ്മൾ പറയുമ്പോൾ അത് ഒറ്റക്കെട്ടാൻ ഒരു നേച്ചറാണ് യൂണിറ്ററി എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു മതം എന്താന്ന് വെച്ചാൽ ബുദ്ധിസമാണ്. ബുദ്ധമതം ഇന്ത്യയിൽ നിന്ന് പോയെങ്കിലും പക്ഷെ അവിടെ സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ബുദ്ധമത വിശ്വാസം അവിടെ ഉണ്ട്. അതുകൊണ്ട് ആ വിശ്വാസമുള്ളത് കൊണ്ട് ബുദ്ധമതത്തിനെയും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഭരണഘടനയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് മാത്രമല്ല സിംഗള, തമിഴ്, ഈ 2 ലാംഗ്വേജും, സിംഗള ലാംഗ്വേജും തമിഴ് ലാംഗ്വേജും ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റും ഈ റുപ്പീസിൽ കൂടെ അത് വരുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് ഇനി പവർ എന്തൊക്കെയാണ്, പ്രസിഡന്റിന്റെ പവർ എന്തൊക്കെയാന്ന് വെച്ചാൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ് പ്രസിഡന്റ്. ഹെഡ് ഓഫ് ദ ഗവൺമെന്റ്, ഹെഡ് ഓഫ് ദി കമാൻഡർ ഇൻ ചീഫ്, ശ്രീലങ്കൻ ആർമിയുടെ എല്ലാം എക്സിക്യൂട്ടീവ് പവർ ആണ് ഗവൺമെന്റ് പ്രസിഡന്റിനുള്ളത്. അതേമാതിരി തന്നെ എലക്റ്റഡ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ എലക്ഷൻ മുഖാന്തരം 5 കൊല്ലത്തേക്കാണ് പ്രസിഡന്റ് വരിക. പ്രസിഡന്റ് വന്നു, ലെജിസ്ലേറ്റീവ് അസംബ്ലി, ജുഡീഷ്യൽ, ഡിപ്ലോമസി, മിലിറ്ററി, ഇതൊക്കെ സെറമോണിയൽ ഡ്യൂട്ടീസിന്റെ ഹെഡ് ആണെങ്കിൽ കൂടെയും അവരുടെ പെരുമാറ്റം നല്ലതല്ല എന്ന് വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ റെബല്യസ് ആവും. 20ാമത്തെ അമെന്റ്മെന്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ, അതായത് വളരെ റീസെന്റ് ആയിട്ടാണ്, ഒക്ടോബർ 20, 2020 ഇത് നടന്നത്. ആ പ്രസിഡന്റിന്റെ പവറിനെ കൂടെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ആക്കി. അത് കഴിഞ്ഞിട്ട് ആ പവറിൽ അത് മെയിൽ പ്രസിഡന്റ് ആയാലും ഫീമെയിൽ പ്രസിഡന്റ് ആയാലും ചെയ്യുന്നത് വർക്കിന്റെ അഡ്രസ്സ്, എല്ലാ മെസ്സേജസ് പാർലമെന്റിന് അയക്കണം. അതേമാതിരി അവർക്ക് തന്നിട്ടുള്ള പ്രിവിലേജസ്, ഇമ്മ്യൂണിറ്റീസ്, പവേഴ്സ് എല്ലാം വളരെ കൃത്യമായിട്ട് പാർലമെന്റിലെ മെമ്പർ വഴി അവരുടെ വോട്ടിംഗ് സിസ്റ്റത്തിൽ കൂടിയാണത് പോകുന്നത്. ഇനി ഈ പ്രസിഡൻഷ്യൽ പവേഴ്സിനെ എന്തെങ്കിലും കാരണം വെച്ചിട്ട് ഡിസോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ റെഫറൻഡം വേണം എന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എക്സിക്യൂട്ടീവ് ലെവലില് ചീഫ് എക്സിക്യൂട്ടീവ് ആണ്, ക്യാബിനറ്റ് ഹെഡാണ് പ്രൈം മിനിസ്റ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷെ എന്തൊക്കെയായാലും അവർക്ക് ഒരു കൺട്രോളും ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇത് തന്നെ കൺട്രോൾ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു അസൈൻ ചെയ്യാനും അല്ലെങ്കിൽ ഒരാൾക്ക് ജോലി പോർട്ട്ഫോളിയോ കൊടുക്കാനും ചേഞ്ച് ചെയ്യാനും മിനിസ്റ്റേഴ്സിന്റെ പോർട്ട്ഫോളിയോസ് ചേഞ്ച് ചെയ്യാനുള്ള പവറും പ്രസിഡന്റ് ഉണ്ട്. പിന്നെ ഇതെല്ലാം ഉണ്ടെങ്കിൽ കൂടെയും നമ്മളുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെയും പാർലമെന്ററി പ്രസിഡന്റിന്റെയും കണ്ടിന്യൂ ചെയ്തു വരുമ്പോൾ ഇംപീച്ച്മെന്റ് എന്നുള്ള ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. തെറ്റ് ചെയ്യുമ്പോഴാണ് ഇംപീച്ച്മെന്റ് വരിക. അപ്പോൾ ഇന്റേണൽ വയലേഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ, ട്രസൻ, ബ്രൈബറി, മിസ്കോണ്ടാക്ട് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതിനെ അവര് മോറലായിട്ട് ഒരു ഇംപീച്ച്മെന്റിന്റെ പോളിസിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇനി ഈ പവർ എന്തൊക്കെ പവർ ഉണ്ടെങ്കിൽ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു പബ്ലിക് സീൽ, അതായത് പ്രസിഡന്റ് സീൽ. നിങ്ങൾ കഴിഞ്ഞ മാസത്തെ ന്യൂസ് പേപ്പർ നോക്കിയാൽ കാണാൻ പറ്റും, പ്രസിഡന്റിന്റെ വീട്ടിൽ കയറി ആൾക്കാര് റെബല്യസ് ആയിട്ട് ആൾക്കാർ താമസിക്കുന്നതും ആ പ്രസിഡന്റിന്റെ സ്വിമ്മിംഗ് പൂളിൽ പോകുന്നത്. കാരണം ആ പ്രസിഡൻഷ്യൽ പവറിനെ മിസ്യൂസ് ചെയ്തപ്പോൾ അത് റിഫ്ലക്റ്റ് ആവുന്നത് നെഗറ്റീവായിട്ടാണ്. അങ്ങനെയാണ് ഈ പ്രസിഡന്റിന്റെ പൊസിഷൻ പോകുന്നത്. ശ്രീലങ്കയിലെ എല്ലാത്തിനും ഇതേമാതിരി ഇന്റർനാഷണൽ ലെവലിലുള്ള റിസീവ് ചെയ്യാനും, ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ അവരെ റിസീവ് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അംബാസഡേഴ്സ് വരിക, ഹൈ കമ്മീഷൻ വരിക, ഇതൊക്കെ ഡിപ്ലോമാറ്റിക് ഏജൻസി വരുമ്പോഴൊക്കെ പ്രസിഡന്റിന് അവരെ റിസീവ് ചെയ്യണം, അവർക്ക് വേണ്ട ആതിഥേയത്വം കാണിക്കണം, ഇതൊക്കെ ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെ പ്രസിഡന്റിന് ഒരു വാർ ഡിക്ലെയർ ചെയ്യാനും പവർ ഉണ്ട്, പീസ് സെറ്റിൽമെന്റിന് ഡിക്ലെയർ ചെയ്യാനുള്ള പവർ ഉണ്ട്. ഇത് കൂടാണ്ട്
ചീഫ് ജസ്റ്റിനെ അപ്പോയിന്റ് ചെയ്യുക, ജഡ്ജസിനെ, സുപ്രീം കോടതിയിലെ ബാക്കിയുള്ള ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുക, ജുഡീഷ്യൽ പ്രസിഡന്റ്, ഇൻക്ലൂഡിങ് അതായത് നമ്മുടെ നാട്ടിലും നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് ഈ പാഠം ചെയ്യുക, മേഴ്സി പെറ്റീഷൻ എന്ന് പറയും. ഒരു ക്രൈം ചെയ്തവർക്ക് കോടതി വിളിച്ചതിന് ശേഷം പിന്നെ പ്രസിഡന്റിന് നമുക്കൊരു റിക്വസ്റ്റ് കൊടുക്കാം, അതായത് എൻ്റെ അടുത്ത് എന്നെ ക്ഷമിക്കൂ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റിനെ ക്ഷമിക്കൂ എന്ന് പറയുന്നതാണ് പ്രസിഡൻഷ്യൽ ഗ്രാൻഡ് പാർഡൻ കൊടുക്കുക. ആ പവറും ഇവിടെ ഉണ്ട്. കാരണം ഇതിലൊക്കെ വന്ന് മേഴ്സി പെറ്റീഷനിൽ ഉള്ള പവറും അവർക്ക് പ്രസിഡന്റിനുണ്ട്. ഇത് കൂടാണ്ട് പ്രസിഡന്റ് ബാക്കി 5 പേര്, ചെയർപേഴ്സൺ 5 പേര് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാറുണ്ട്. അത് ആരൊക്കെയെന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ, പബ്ലിക് സർവീസ് കമ്മീഷൻ, നാഷണൽ പോലീസ് കമ്മീഷൻ, ഫൈനാൻസ് കമ്മീഷൻ, കമ്മീഷൻ ടു ഇൻവെസ്റ്റിഗേറ്റ് അലിഗേഷൻസ്. അത് അലിഗേഷൻസ് എന്ന് പറയുമ്പോൾ എന്താ, തെറ്റിനെ അല്ലെ ആരെങ്കിലും പേരിൽ ഒരു തെറ്റ് വരികയാണെങ്കിൽ, ബ്രൈബറി എന്ന് പറയുന്നത് നമ്മൾ കോഴ കൊടുക്കുക, കറപ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് അപ്രൂവ് ചെയ്യാനായിട്ട് അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള അതാണ് ഇൻവെസ്റ്റിഗേഷൻ. അതിന് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പാർലമെന്ററി കൗൺസിലിന്റെ അപ്രൂവലോട് കൂടി തന്നെ ഇതിനെ കമ്മീഷൻ വയ്ക്കാനും അതിന്റെ ഡിസ്കഷൻസ് നടത്താനും പവർ കൊടുക്കാൻ പറ്റും പ്രസിഡന്റിന്. ഇനി അടുത്തതായിട്ട് വരുന്നത് പ്രൈം മിനിസ്റ്ററാണ്. പ്രൈം മിനിസ്റ്റർ നമ്മൾ ആ ഹൈറാർക്കി നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണ്. അത് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള പൊളിറ്റിക്സിലെ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണ്. അത് മെയിൽ ആയാലും ഫീമെയിൽ ആയാലും ഒരേമാതിരി തന്നെ. ഇത് കൂടാണ്ട് പോർട്ട്ഫോളിയോസ് വരുമ്പോൾ പ്രൈം മിനിസ്റ്ററിന് ആ പ്രസിഡന്റ് ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ പ്രസിഡന്റ് പുറത്തു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ പ്രസിഡന്റിന് ഡ്യൂട്ടീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഡ്യൂട്ടീസ് കൂടെ പ്രൈം മിനിസ്റ്റർ ചെയ്തിരിക്കണം. അത് പാർട്ട് ഓഫ് ദി ഗവൺമെന്റ്, പാർട്ട് ഓഫ് ദി ഓത്ത് ആണ്. ഇതേമാതിരി തന്നെ 20ാമത്തെ അമെന്റ്മെന്റിൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രസിഡൻഷ്യൽ പവേഴ്സിൽ കൂടി നമ്മൾ ഈ പ്രൈം മിനിസ്റ്ററിന്റെ റോളും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും ഈ അമെന്റ്മെന്റിൽ 20ാമത്തെ അമെന്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഇവിടെ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം യൂണിക്യാമറൽ ഒരൊറ്റ പാർലമെന്റ് ആണ് ഉള്ളത്. ആ യൂണിക്യാമറിൽ ലെജിസ്ലേഷൻ നടത്തിക്കുന്നതും അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നതും അവർ തന്നെയാണ്. അത് ആദ്യകാലത്തിൽ ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിന്റെ അതേ ഫോർമാറ്റില് 225 മെമ്പേഴ്സ് വെച്ചിട്ടുള്ള ഒരു കമ്മിറ്റി, മൾട്ടി മെമ്പർ കമ്മിറ്റിയും ഒരു 29 ആൾക്കാരുടെ നാഷണൽ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന് 5 കൊല്ലത്തേക്കാണ് അവർക്ക് ഭരിക്കാനുള്ള അധികാരം കൊടുക്കുക. ആ പ്രിസൈഡിംഗ് ഓഫീസർ, പാർലമെന്റിന്റെ പ്രിസൈഡിംഗ് ഓഫീസറുടെ പേരാണ്, അതായത് നടത്തിപ്പിച്ച് എടുക്കുന്ന ആള്, പാർലമെന്റിലെ നടത്തിപ്പുകാരൻ എന്ന് പറയാം. അങ്ങേരെ സ്പീക്കർ എന്ന് പറയും. ഈ സ്പീക്കറിനാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. കാരണം പാർലമെന്റിന്റെ അകത്ത് നടക്കുന്ന ബിസിനസ്സിനെ 2 പാർട്ടിനെയും, റൂളിംഗ് പാർട്ടിനെയും ഒപ്പോസിഷൻ പാർട്ടിനെയും കൺട്രോൾ ചെയ്യാനും അവർക്ക് വേണ്ടെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കാനും ഇതൊക്കെ സ്പീക്കറിന് അധികാരമുണ്ട്. അപ്പൊ ആ ബിസിനസ് എങ്ങനെയായിരിക്കും പ്രശ്നമില്ലാണ്ട് കൊണ്ടുപോകേണ്ടുള്ളത് കൺട്രോൾ ചെയ്ത്, അത് ഡിസിപ്ലിൻ അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ഹെഡ് മാസ്റ്ററുടെ സ്ഥാനം നമുക്ക് കൊടുക്കാം സ്പീക്കറിന്, ടു കൺട്രോൾ 2 പാർട്ടിനെയും, റൂളിംഗ് പാർട്ടിനെയും ഒപ്പോസിഷൻ പാർട്ടിയും കൺട്രോൾ ചെയ്ത് ആ പാർലമെന്ററി ബിസിനസ് നടത്തി കൊണ്ടുപോകാനുള്ള പവറും അവർക്കുണ്ട്. ഇനി സ്പീക്കറിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് വരുമ്പോഴത്തേക്കും ഈ പ്രിസൈഡിംഗ് ഓഫീസിൽ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറും ഉണ്ട് സഹായിക്കാനായിട്ട്. അതിൽ കൂടെ ഇവരെല്ലാരും ശ്രീലങ്കയില് ഈ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ എന്താ വെച്ചാല്, പ്രസിഡന്റ് എക്സസൈസ് ചെയ്യുമ്പോൾ എനി മാറ്റർ നാഷണൽ ഇമ്പോർട്ടൻസ് ആണെങ്കിൽ കൂടെയും അവര് സബ്മിറ്റ് ചെയ്ത് അപ്രൂവൽ മേടിച്ചിട്ടാണ് അവര് ചെയ്യാറ്. കമ്മീഷൻ, ഈ ഇലക്ഷൻ കമ്മീഷന്റെ പവർ എന്താന്ന് വെച്ചാൽ, ഇലക്ഷൻ കമ്മീഷന് 4 വർഷം കൂടുമ്പോൾ, 4.5 വർഷം കൂടുമ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത്. ആ പ്രൊപ്പോർഷന്റെ റെപ്രസെന്റേറ്റീവ് സിസ്റ്റമാണ് ഇലക്ഷൻ. പാർലമെന്റേറിയൻസിനെ നമ്മുടെയും ഇവിടെ തന്നെയും റെപ്രസെന്റേഷൻ സിസ്റ്റമാണ്. ആകെ മൊത്തം കൺട്രീനെ 22 ആയിട്ട് ഭാഗിച്ച് അതിൽ സീറ്റ് അലോട്ട് ചെയ്ത് അത് കമ്മീഷൻ വെച്ച് കമ്മീഷന്റെ നേതൃത്വത്തിലാണ് ജനറൽ ഇലക്ഷൻസ് നടക്കുന്നത്. ഇനി ജുഡീഷ്യൽ പവേഴ്സ് എന്തൊക്കെയാണ് ഇവർക്കുള്ള ജുഡീഷ്യൽ പവേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിയമപരമായിട്ടുള്ള
പവറാണ് ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിയമം അവർക്ക് എന്തൊക്കെ നിയമം അവർ നടത്തിക്കൊണ്ടു പോകാം, എങ്ങനെ നടത്തിക്കൊണ്ടു പോകാം. ഇവിടെയും നമ്മൾ ഏറ്റവും ടോപ്പിൽ വരുന്നത് സുപ്രീം കോർട്ടാണ്. സുപ്രീം കോർട്ടിന്റെ താഴെ കോർട്ട് ഓഫ് അപ്പീൽ, പ്രൊവിൻഷ്യൽ ഹൈക്കോർട്ട്, അതിന്റെ താഴെ സബോർഡിനേറ്റ് കോർട്ട്സ്. ഈ ഓർഡറിൽ, അതായത് പിരമിഡ് ഷേപ്പിലാണ് വരിക. ഇങ്ങനെ പിരമിഡ് ഷേപ്പിൽ വരും. സുപ്രീം കോർട്ടാണ് ഹയസ്റ്റ് ആയിട്ടുള്ളതും ഫൈനൽ ആയിട്ടുള്ളതും സുപ്രീം കോർട്ട്. അത് ഇന്ത്യയിലും അത് തന്നെയാണ് വരുന്നത്. സുപ്രീം കോർട്ടാണ് അതോറിറ്റി. അതിന് മേലെയാണ് നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മേഴ്സി പെറ്റീഷന്, പ്രസിഡൻഷ്യൽ ഒരു പാർഡൻ ചോദിക്കാനുള്ള പവർ വരുന്നത് അതിനും സുപ്രീം കോടതിക്കും മേലെയാണ് വരുന്നത്. പക്ഷെ അത് എങ്ങനെ വന്നിരുന്നാലും അവര് ഗവൺമെന്റിന്റെ പോളിസി ആയതുകൊണ്ട് ഡിസ്കഷൻ ചെയ്തതിന് ശേഷമേ അതിനെപ്പറ്റിയുള്ള ഒരു ഡിസിഷൻ എടുക്കാറുള്ളൂ. അപ്പോ എന്ത് സബ്ജക്റ്റ് ആയാലും അതിനെ പ്രൊവിഷനിൽ കൂടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ, ഭരണഘടനയിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് പ്രകാരം പോവാന്നുള്ളതാണ് പോളിസി. അതാണ് ഏറ്റവും നല്ല ഒരു ഭരണഘടനയെ റിവ്യൂ ചെയ്ത് അതിൽ കൂടെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നാളെ അത് പ്രശ്നമായിട്ട് വരും. ഇനി ഇവിടെ 2 ടയർ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും 2 വിധത്തിലുള്ള അപ്പലേറ്റ് ഉണ്ട്. അതായത് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ കോർട്ടിന്റെയും ആൻഡ് അത് കൂടാണ്ട് ലോവർ കോർട്ടിൽ നിന്ന് അപ്പർ കോർട്ടിലേക്ക് പോവുക. സെക്കൻഡ് ആയിട്ടുള്ള അപ്പീൽ എന്താ വെച്ചാല് സുപ്രീം കോടതിയുടെ സബോർഡിനേറ്റ് കോർട്ട്സ്, താഴെയുള്ള കോടതികൾ, ഡിസ്ട്രിക്ട് കോടതി ആയിക്കോട്ടെ, മജിസ്ട്രേറ്റ് കോടതി ആയിക്കോട്ടെ, ജുഡീഷ്യൽ കോടതി ആയിക്കോട്ടെ, സർവീസ് കമ്മീഷൻ ആയിക്കോട്ടെ, അവർക്ക് ഒരു ജസ്റ്റിസ് ഉണ്ട്, ചീഫ് ജസ്റ്റിസും അത് കൂടാണ്ട് 2 ജഡ്ജിമാര്. സുപ്രീം കോടതിയിലെ 2 ജഡ്ജിമാരും കൂടെ റിക്രൂട്ട്മെന്റ് എടുത്ത് ട്രാൻസ്ഫർ ചെയ്ത് പ്രൊമോഷൻ ചെയ്ത് ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ ജഡ്ജിമാരുടെ സഹായങ്ങളും ജുഡീഷ്യൽ ഓഫീസേഴ്സിന്റെ സഹായ സഹകരണങ്ങളോടുകൂടിയാണ് ഈ സ്ട്രക്ചർ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് കൊണ്ടുപോവുക. ഇനി പ്രൊവിൻഷ്യൽ കൗൺസിൽസ് എന്താന്ന് പറയാം. പ്രൊവിൻഷ്യൽ കൗൺസിൽസ്, പ്രൊവിൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഘടനയുടെ ഭാവമാണ്. നാഷണൽ ലെവലിൽ ഉള്ളത് തന്നെ ആണെങ്കിൽ കൂടെയും അതും ഒരു പ്രോവിൻസ് ആയിട്ട് മാറും. മിഡിൽ ലെവലാണ് പ്രൊവിൻഷ്യൽ കൗൺസിൽസ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒരു കൺട്രി നടത്തിക്കൊണ്ട് പോകാൻ പാടാണ്, വിഷമമാണ്. അതുകൊണ്ടാണ് നമ്മൾ 9 പ്രോവിൻസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. സെൻട്രൽ, നോർത്ത് വെസ്റ്റേൺ, നോർത്ത് സെൻട്രൽ, ഊവ, സബ്ര, ഇങ്ങനെ 9 എണ്ണം മാറ്റിയിട്ട് ആ പ്രോവിൻസിൽ അവിടെ ആൾക്കാർ നോക്കുക, അത് അവരുടെ കാര്യങ്ങൾ നോക്കുക. അപ്പൊ അത് കുറച്ചുകൂടി നമ്മൾ പറയാൻ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പിരമിഡ് ഷേപ്പിൽ വരുമ്പോൾ ഇങ്ങനെ അത് നോക്കി ടോപ്പ് അപ്പെക്സിൽ എത്തും. ഈ ഐലൻഡ് ആണെങ്കിൽ കൂടെയും അതിനെ വിഭജിച്ചിട്ടുണ്ട്. കൊളോണിയൽ പീരീഡില്, ബ്രിട്ടീഷ് കാലത്ത് ഇതിനെ കൊളോണിയൽ പീരീഡിൽ പ്രൊവിൻഷ്യൽ കൗൺസിൽ ആക്ട് പാസ്സാക്കി 1987 13ാമത്തെ നിയമഘടന വ്യത്യാസം അല്ലെങ്കിൽ അമെൻമെന്റ് ചെയ്ത് അതിനെ ഒരു ഗ്യാരണ്ടി ചെയ്ത് അതിനൊരു അറേഞ്ച്മെന്റ് പക്കാക്കി വെച്ചു. ഓക്കെ. അടുത്തതായിട്ട് ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് 18 മുനിസിപ്പൽ കൗൺസിൽസ് ഉണ്ട്, 42 അർബൻ കൗൺസിൽസ് ഉണ്ട്, 270 പ്രദേശീയ സഭാസ് ഉണ്ട്. ഇതിലൊക്കെ കാണുന്നത് ഓരോ സ്ഥലത്തിലും ഉള്ളവർക്ക് അവരുടെ ഏറ്റവും എളുപ്പം ലോക്കൽ ഗവൺമെന്റിന്റെ എളുപ്പ വർക്ക് എന്താ വെച്ചാൽ ആ ലോക്കൽ ഗവൺമെന്റിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ അവരായിരിക്കും ഏറ്റവും അനുയോജ്യമായ ഒരു തീരുമാനം എടുക്കാൻ സഹായിക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ 9ാമത്തെ ഷെഡ്യൂളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഭരണഘടനയിലെ 3 ലിസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നു. ആദ്യത്തെ ലിസ്റ്റ് പ്രൊവിൻഷ്യൽ കൗൺസിൽസ് ലിസ്റ്റ്. ഇതില് 37 സബ്ജക്ട്സ് ആണ് കൺസേൺ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ പരാമർശിച്ചിട്ടുള്ളത്. 37 കൺസേൺസ് ആണ്. ആ പ്രോവിൻസ് ഇപ്പോ ശ്രീലങ്കയിൽ തന്നെ ജാഫ്നയിലത്തെ പ്രോവിൻസ് ആണെങ്കിൽ അവിടുത്തെ ഈ പ്രൊവിൻഷ്യൽ കൗൺസിൽ ആയിരിക്കും അവിടുത്തെ ഭാഗങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതും അതിന് വേണ്ട സൊല്യൂഷൻസ് കൊടുക്കുന്നതും. 2ാമത്തെ ലിസ്റ്റ് എന്താ വെച്ചാൽ റിസർവ്ഡ് ലിസ്റ്റ് ആണ്. ഈ റിസർവ്ഡ് ആയിട്ടുള്ള ലിസ്റ്റില് ചില പവേഴ്സ് സെൻട്രൽ ഗവൺമെന്റിന്റെ ലിസ്റ്റില് റെസിസ്റ്റ് ചെയ്യാണ്, കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 3ാമത്തെ ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ്. ഇവിടെ ഇതേ ഫോർമാറ്റ് തന്നെ നമ്മളുടെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിലും വരുന്നുണ്ട്. 36 ഐറ്റംസ് ആണ് ആകെ മൊത്തം ഈ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. അതിൽ 2 അതായത് പ്രൊവിൻഷ്യലിലുള്ളതും സെൻട്രലിലുള്ളതും കൂടെ മിക്സ് ചെയ്ത് വരും.
ഈ കൺകറന്റ് ലിസ്റ്റില്. അപ്പോൾ എല്ലാത്തിലും ഇതേമാതിരി ഒന്ന് അടുക്കും ചിട്ടയോടെ കൊണ്ടുവന്നാൽ മാത്രമേ ഗവൺമെന്റ് മര്യാദയ്ക്ക് മുന്നിൽ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ ഈ ലിസ്റ്റ് ഫോർമേഷൻ ചെയ്തിട്ട് ആ ലിസ്റ്റിൽ ഇത് ഇപ്പൊ എഡ്യൂക്കേഷൻ എന്നുള്ള ലിസ്റ്റ് ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ കൺകറന്റ് ലിസ്റ്റിൽ കൊണ്ടുവന്നിട്ട് അത് വർക്കൗട്ട് ചെയ്യിക്കാൻ പറ്റും. അതേസമയം സയന്റിഫിക്കലായിട്ടുള്ള റിസർച്ച് ആണെങ്കിൽ അത് ഇതിൽ വരില്ല, സെൻട്രൽ ഗവൺമെന്റിലെ ലിസ്റ്റിലേ വരുള്ളൂ. കാരണം റിലേറ്റഡ് വിത്ത് സയൻസ്, റിലേറ്റഡ് വിത്ത് റിസർച്ച് അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ കൺകറന്റ് ലിസ്റ്റിന്റെയോ ലോക്കലിലോ വരില്ല. ഇതാണ് അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു അഭിപ്രായമായിട്ട് ഞാൻ പറയുന്നത്. ഇനി ഇവിടെയുള്ള പാർട്ടി സിസ്റ്റം, ഏതൊക്കെ വിധത്തിലുള്ള പാർട്ടികൾ ഉണ്ടായിരുന്നു? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് 1931 അവിടെ കാണുന്നുണ്ട്. അതുകൂടാണ്ട് ഫസ്റ്റ് എൻട്രി പൊളിറ്റിക്കൽ അരീനയില് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സമാജ പാർട്ടി, പിന്നെ വരുന്നത് സിലോൺ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇത് കൂടാണ്ട് തന്നെ മൾട്ടി പാർട്ടി സിസ്റ്റം വന്നു. ലേറ്റർ ഓൺ മൾട്ടി പാർട്ടി സിസ്റ്റം വന്നു. അതിനുശേഷം ആദ്യത്തെ രണ്ടെണ്ണം യുണൈറ്റഡ് നാഷണൽ പാർട്ടിയും ശ്രീലങ്ക ഫ്രീഡം പാർട്ടി, അവരാണ് കൂടുതൽ പ്രാധാന്യം നാഷണൽ ലെവലിൽ എടുത്തുകൊണ്ടിരുന്നത്. കാരണം അവർക്ക് കൺട്രോൾ ചെയ്യാനുള്ള പവർ കൂടുതലായിരുന്നു. പിന്നെ എത്തനിക് ഗ്രൂപ്പ്, ഈ എത്തനിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, മൈനോറിറ്റി ഗ്രൂപ്പ് എല്ലാം കൂടെ ചേർന്ന് ഒരു പാർട്ടി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് അവർ ഒരു പാർട്ടി റെപ്രസെന്റേഷൻ കൊടുക്കുന്നതിനാണ് നമ്മൾ എത്തനിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ശ്രീലങ്കയിലെ മുസ്ലിം കോൺഗ്രസ് ഒരു പാർട്ടിയാണ്. സിലോൺ മക്കൾ കോൺഗ്രസ് പ്രസിഡന്റ്, മക്കൾ എന്ന് പറയുമ്പോൾ തമിഴ്നാടിന്റെ ഒരു തമിഴ് സ്റ്റൈലാണത്. മക്കൾ എന്ന് പറയുന്നത് ജനങ്ങൾ എന്നാണ് അർത്ഥം. തമിഴ് വാക്കാണ് മക്കൾ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ജനങ്ങൾ. അപ്പൊ സിലോണിലുള്ള ജനങ്ങളുടെ കോൺഗ്രസ്, റെപ്രസെന്റിംഗ് മുസ്ലിം ഇൻട്രസ്റ്റിനെ മാനിക്കുന്ന തമിഴനായ സിലോണീസ്, ഇതാണ് അതിന്റെ അർത്ഥം. സിലോൺ വർക്കേഴ്സ് കോൺഗ്രസ്, സിലോണിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ്. ഡെമോക്രാറ്റിക് ഫ്രണ്ട്, പിന്നെ കൺട്രീസ് പീപ്പിൾ ഫ്രണ്ട്, ഇങ്ങനെ പല വിധത്തിലുള്ള ചെറിയ ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്ത് ഈവൻ ടു ദ ലെവൽ നമുക്ക് പറയാം പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്നവര് കൂടെ ഒരു യൂണിയനായി ഒരു വർക്കേഴ്സിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കി, എത്തനിക് ഗ്രൂപ്പ് ഉണ്ടാക്കി അവരവിടെ പാർട്ടീസിനെ കൊണ്ടുവന്നു. ഇനി സിംഗള പാർട്ടിയും തമിഴ് പാർട്ടിയും. സിംഗള പാർട്ടി ആരാണ്, തമിഴ് പാർട്ടി ആരാണ്? തമിഴ് പാർട്ടി, സിംഗള പാർട്ടി എന്ന് പറയുമ്പോൾ അവരുടെ നാട്ടിൽ ജനിച്ച് വളർന്ന് അവരുടെ ഭാഷകളും അവരുടെ എന്താ പറയാ പാരമ്പര്യങ്ങളും കൊണ്ടുപോകുന്ന സിംഗള ഒറിജിൻ അല്ലെങ്കിൽ സിംഗള ഭാഷയും സിംഗളത്തിൽ അല്ലെങ്കിൽ അവിടെ ജനിച്ചു വളർന്നവരെയാണ് ഈ സിംഗളീസ് എന്ന് പറയാ. അപ്പോ അവരുടെ നാഷണൽ ഫ്രണ്ട് ആണ് ഈ ഒരു നാഷണൽ ഗ്രൂപ്പ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളിവിടെ ഇന്ത്യയില് ഇന്ത്യൻസ് എന്ന് പറയില്ലേ, ഇന്ത്യൻസ്. ഇപ്പൊ നാളെ കുറച്ച് യൂറോപ്യൻസ് ഇവിടെ വന്ന് താമസിക്കുകയാണ്, അവരൊരു പാർട്ടി ഫോം ആണെങ്കിൽ അവർ ഇന്ത്യൻസ് അല്ല, അവര് പുറത്തുനിന്ന് വന്നവരാണ്. അപ്പോൾ അതാണ് വ്യത്യാസം. സിംഗള നാഷണലിസ്റ്റ് പാർട്ടിയിലുള്ള ആൾക്കാര് അവിടെ ജനിച്ച് വളർന്ന് അവരുടെ പൗരത്വമുള്ള അവരുടേതായ ലാംഗ്വേജ്, അവരുടേതായ ചിട്ടകള്, അവരുടേതായ ജീവിതശൈലികളെല്ലാം കൊണ്ടുപോകുന്ന ആ പാർട്ടിനെയാണ് സിംഗള നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയാം. ഇനി ശ്രീലങ്കൻ തമിഴ് കമ്മ്യൂണിറ്റി പാർട്ടി എന്താന്ന് നോക്കാം. ഇലങ്കൈ എന്ന് വെച്ചാൽ ശ്രീലങ്ക എന്നാണ്, തമിഴ് വേർഡാണ് അത്. ഇലങ്കൈ തമിഴ് അരസു കക്ഷി എന്ന് വെച്ചാൽ കക്ഷി എന്ന് പറയുന്നത് തമിഴ് വേർഡാണ്, അഗൈൻ തമിഴ് വേർഡാണ്. കക്ഷി എന്ന് വെച്ചാൽ പാർട്ടി എന്നാണ് അർത്ഥം. എല്ലാം പീപ്പിൾസ് റെവല്യൂഷണറി ലിബറേഷൻ ഓർഗനൈസേഷൻ, അതും ഇത് വിപ്ലവമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ. പീപ്പിൾസ് ലിബറേഷൻ ഓർഗനൈസേഷൻ ഫോർ തമിഴ് ഇല്ലം. തമിഴ് എല്ലം എന്ന് പറയുന്നത് തമിഴ് സംസാരിക്കുന്ന ഒരു പ്രോവിൻസ് ആക്കി മാറ്റിയെടുക്കുക. അതായിരുന്നു നമ്മളുടെ ഈ ആ കാലഘട്ടത്തിൽ നമ്മൾക്ക് വളരെ പ്രമുഖരായ വേലുപ്പിള്ളയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആരെപ്പറ്റിയും പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് പേരെടുത്ത് പറയുന്നില്ല. അപ്പോ അങ്ങനെ ഒരു തമിഴ് ഒറിജിൻ, തമിഴ് ഡോമിനേഷൻ വരുമ്പോൾ അവർക്ക് ഞങ്ങളുടേതായ തമിഴ് എല്ലാം വേണം എന്നുള്ള ഒരു റിക്വസ്റ്റ്. അങ്ങനെ ഇല്ലം പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി, തമിഴ് നാഷണൽ ഫ്രണ്ട് പാർട്ടി, ഇങ്ങനെ പല കുഞ്ഞു ഗ്രൂപ്പുകൾ ചേർന്ന് പലതരത്തിലുള്ള തമിഴ് പാർട്ടീസും
ഒപ്പത്തിനൊപ്പം സിംഗിള പാർട്ടീസിന്റെ ഒപ്പത്തിനൊപ്പം തന്നെ ഡെവലപ്പായി വരുന്നു. നമ്മൾ കുറേ വർഷങ്ങൾ കേട്ടിട്ടുണ്ട് തമിഴ്നാട്ടില് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന കണ്ടിന്യൂസ് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി പൊളിറ്റിക്കലായിട്ട് ശ്രീലങ്കയിലെ പ്രോസസ്സ് എങ്ങനെ വരുന്നു, ഒരു തേർഡ് മോഡൽ വേൾഡ് ഡെമോക്രസീനെ കൊണ്ടിരിക്കാനുള്ള ഒരു വ്യത്യാസമാണ് അവരെടുക്കുന്നത്. അവരുടെ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് കൊണ്ടുവരണം. അതേമാതിരി യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, അതായത് യൂണിവേഴ്സലി കംപ്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാര്, പ്രായപൂർത്തിയായ ആളിന് വോട്ട് കിട്ടുക എന്നുള്ളതാണ് അഡൽട്ട് ഫ്രാഞ്ചൈസിന്റെ അർത്ഥം. അത് വേണം. പിന്നെ വരുന്നത് പൊളിറ്റിക്കലി കൺഫ്രണ്ടഡ് മെജോറിറ്റേറിയനിസം, അതായത് ഏത് ഗ്രൂപ്പിനാണോ കൂടുതൽ ആൾക്കാരുള്ളത്, പവർ ഉള്ളത്, പിന്നെ എത്നിക് കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത ഒരു ഗ്രൂപ്പ്, റാഡിക്കൽ യങ്സ്റ്റേഴ്സിന്റെ ഒരു ഗ്രൂപ്പ്, എലൈറ്റ് ഡോമിനേഷൻ ഉള്ള ഗ്രൂപ്പ്, ഇങ്ങനെ ഒരേ സമയം തന്നെ ഇവരുടെ ശ്രീലങ്കൻ ഗവൺമെന്റിന് ഇതൊക്കെ പരിപാലിച്ചു പോകേണ്ടതും അതേമാതിരി തന്നെ ഇതിനൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ് ശ്രീലങ്ക എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരുന്ന ഒരു കൺട്രി ആയിട്ട് മാറിപ്പോയത്. ഇനി സിംഗിള ഡോമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് അവരുടെ നാട്ടിലത്തെ ഡോമിനേഷൻ ആണ്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ നാട്ടിലെ കേരളത്തില് കൂലിപ്പണി ചെയ്യാൻ ആൾക്കാരെ കിട്ടാറില്ല. മലയാളീസ് കൂലിപ്പണി ചെയ്യുന്നില്ല, കൂലിപ്പണി ചെയ്യാൻ താല്പര്യമില്ല. അതേസമയം ഇവിടെ ഇഷ്ടംമാതിരി നമ്മൾ വാത്തുരുത്തിയിൽ പോയി കഴിഞ്ഞാൽ മലയാളീസിന് പകരം ബംഗാളീസ്, ബീഹാരീസ്, പെരുമ്പാവൂരിൽ പോയ മുഴുവൻ നോർത്ത് ഈസ്റ്റേൺ ആൾക്കാരാണ്. അവര് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നു. അപ്പൊ അവരിവിടെ വന്ന് വർക്ക് ചെയ്യുന്നതിന്റെ അർത്ഥം നമ്മളുടെ ആൾക്കാർ ഇവിടെ നിന്ന് മുഴുവനും ഗൾഫിലേക്കോ വേറെ ഉള്ളിടത്തേക്കോ, ഇവിടെ ആളിന്റെ വർക്ക് പെട്ടെന്നുള്ള ഈ മാറ്റം, അപ്പൊ ഇവർക്ക് വരാനും ഈ ബാംഗ്ലൂരിലും ഇതുമാതിരി തന്നെ ഇഷ്ടംമാതിരി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുള്ളവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് വലിയ പഠിപ്പില്ലെങ്കിൽ കൂടെ മാൻ പവർ, ഫിസിക്കൽ വർക്ക് വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നതിനാണ് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഇവിടെ ഡോമിനേഷൻ എന്താന്ന് വെച്ചാൽ തമിഴ്നാട്ടിലുള്ളവര്, തമിഴന്മാര് അവിടുത്തെ പ്ലാന്റേഷനിൽ പോയി വർക്ക് ചെയ്യുകയും അങ്ങനെ അവരും അവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ബഹളം വരികയും ചെയ്തതാണ് ഈ സിംഗിള ഡോമിനേഷൻ. അവിടുത്തെ നാട്ടുകാർ അവിടുത്തെ ഒറിജിനല്ലേ, അവിടുത്തെ ജന്മഭൂമി അവരുടെ ജന്മഭൂമിയാണ്. അപ്പൊ ഞങ്ങളുടെ ജോലി പോകുന്നു എന്നുള്ള ഒരു തോന്നൽ അവർക്ക് വരും. അവര് മാക്സിമം ഡോമിനേഷൻ ചെയ്യാനായിട്ട് ഒരു ടാർഗറ്റ് ചെയ്തു ശ്രീലങ്കൻ തമിഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നു. പിന്നത്തെ കാര്യം എന്താ വെച്ചാൽ ബുദ്ധിസം ഒരു മെസ്സേജ് വളരെ ക്ലിയർ ആയിട്ട് ബുദ്ധിസത്തിൽ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു റിലീജനാണ് ബുദ്ധിസം. അത് മാത്രമല്ല അതിനെ പെട്രോണൈസ് ചെയ്തുകൂടെ പോകുന്നുണ്ട്. ഇനി ഇവിടെ ഡിവൈഡ് ആൻഡ് റൂൾ, ശ്രീലങ്കൻ ഗവൺമെന്റിന് ബ്രിട്ടീഷ് ടൈമിൽ നമ്മുടെ ഇന്ത്യയിൽ ചെയ്ത അതേ പോളിസി ഡിവൈഡ് ആൻഡ് റൂള് അവർ അവിടെയും പ്രാക്ടീസ് ചെയ്തിരുന്നു. ആ പ്രാക്ടീസ് കൊണ്ട് പാർഷ്യലായിട്ടും പ്രൊപ്പോർഷണൽ സിസ്റ്റം കൊണ്ടുവരികയും 78 നിയമപരമായി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി 15ാമത്തെ അമെന്റ്മെന്റ് വ്യത്യാസം വരുത്തുകയും ചെയ്തു. അപ്പോൾ അവിടെ വരുന്നത് ഈ കമ്മ്യൂണിറ്റീസിനുള്ള ഒരു സ്പ്ലിറ്റ് ചെയ്യാൻ, ഇത് പോളിസി എന്തിനാണ്, ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിന്റെ മെയിൻ ഉദ്ദേശം തന്നെ വോട്ടിനെ വിഭജിക്കുക, സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആർക്കും പവറിലേക്ക് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ പോളിസി ഫോളോ ചെയ്തിരുന്നു. എവിടെ കോളനികൾ ഉണ്ടായിരുന്നു അവിടെ. പിന്നത്തെ കാര്യം റാഡിക്കലിസം, ഓരോ സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക് വരുമ്പോഴും അവിടെ ഒരു റാഡിക്കൽ മൂവ്മെന്റ്സ് വരുന്നുണ്ട്. ഈ റാഡിക്കൽസ് മൂവ്മെന്റ്സ് ആരൊക്കെയാന്ന് വെച്ചാൽ എഗെയിൻ സിംഗിളക്കാര്, പിന്നെ തമിഴുകാര്, പിന്നെ ഇസ്ലാമിക് മതവിശ്വാസികൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ ഒരു അടിപിടി ഉണ്ടാകാനുള്ള നല്ല ചാൻസസ് വരികയും അതുകൂടാണ്ട് ലോ ആൻഡ് ഓർഡറിന്റെ പ്രോബ്ലംസ് വരുത്തുകയും ആ ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവന്ന് ഈ റാഡിക്കൽ മൂവ്മെന്റ്സിലെ വൈറ്റ് തമിഴ് റാഡിക്കൽ മൂവ്മെന്റ്, എത്തനോ നാഷണലിസ്റ്റ് മൂവ്മെന്റ്, ഇങ്ങനെയൊക്കെ ഓരോന്നും ഐഡിയോളജിക്കലി ഏതേത് സമയത്ത് ഏതേത് സൗകര്യപ്രദമോ അതങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നു. സിംഗിള മിലിറ്റൻസി, അവരുടെ ഒരുപാട് മിലിറ്ററി ആൾക്കാരുടെ അല്ലെങ്കിൽ അവരുടെ ആർമീന്റെ പവർ കൂടുതലായി 1960-ൽ പവർ കൂടുകയും എക്കണോമിക്കും സോഷ്യൽ ക്രൈസിസ് കൊണ്ടുവരുന്നു. അതുകൂടാണ്ട് ഇവരുടെ സിംഗിൾ ആർമി യങ്സ്റ്റേഴ്സിന്റെ ഒരു റാഡിക്കൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ആ റാഡിക്കൽ ഗ്രൂപ്പ് വഴി, അതായത് ജനതാ വിമുക്തി പെരുമന,
അതാണ് ഈ ഗ്രൂപ്പിന്റെ പേര് JVP. ഇവര് ലെഫ്റ്റ് ഇടതുപക്ഷ ഐഡിയോളജി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. അവര് ടോർക്കിയും അല്ലെങ്കിൽ ആ അഡ്വക്കേറ്റ് ചെയ്തു വരുന്നത് ഇടതുപക്ഷത്തിനെ പറ്റിയിട്ടുള്ള ചിന്തകളാണ്. ഇതിന്റെ മെമ്പേഴ്സിന് JVP മെമ്പേഴ്സിന് ഒരു എക്സ്ക്ലൂഷൻ, ഒരു ലോയൽറ്റി ടുവേഴ്സ് ദി എന്താ പറയാ നാഷണലിസത്തിലും അതേമാതിരി തന്നെ റൂറൽ സിംഗിൾ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റിന് പൂറായിട്ടുള്ളവർക്കും മിഡിൽ ക്ലാസ്സിനും ഫോർത്ത് പേഴ്സൺ എന്നുള്ളവർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് ചെയ്യുക എന്നുള്ള ഒരു ആക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇതിങ്ങനെ ഒരു കൊളോണിയൽ ഡിക്റ്ററ്റോറിയൽ റെഷീമിന്റെ പരിണാമമായിട്ടാണ് ഇത് വരുന്നത്. ഇനി 5 ക്യാരക്ടേഴ്സ് ഉണ്ട്, പെർട്ടിക്കുലർലി ലെക്ചറേഴ്സ് വരുന്നുണ്ട്. ഈ ബ്യൂറോക്രാറ്റിക് സെൻട്രലിസം, മോട്ടിവേഷൻ, ഇതിലൊക്കെ വരുന്നത് 5 ലെക്ചറേഴ്സിൽ ഏറ്റവും കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് ക്രൈസിസ്, ഇന്ത്യൻ എക്സ്പാൻഷനിസം, ഇന്ത്യ എക്സ്പാൻഡ് ചെയ്യുന്നുള്ള ഒരു തോന്നല്, ഇൻഡിപെൻഡൻസ്, ലെഫ്റ്റ് മൂവ്മെന്റ്, ഇടതുപക്ഷ വിചാരം, പിന്നെ ശ്രീലങ്കൻ റവല്യൂഷൻ. ഇത് മൂന്നുമാണ് ഇതിന്റെ കണ്ടീഷനായിട്ട്, ഇതിന്റെ കണ്ടിന്യൂഷനായിട്ട് 2 പ്രാവശ്യം അവിടെ കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്ലെറ്റ്സ്ബെർഗ് എന്ന് പറഞ്ഞത് ജർമ്മൻ ലാംഗ്വേജില് ഇതിൽ പെട്ടെന്നുള്ള ഒരു സമാധാനം കണ്ടെടുത്ത്, അല്ലെങ്കിൽ ക്യാപ്ചർ കണ്ടെടുത്ത്, അല്ലെങ്കിൽ പോലീസ് കൺട്രോളുകളുടെ പവറിനെ പിടിച്ചെടുക്കുക. 5 തൊട്ട് 11 വരെ 1971 ഈ ആൾക്കാരെ പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്ത് ക്വിക്ക് എന്നാണ് ഇതിന്റെ അർത്ഥം. പെട്ടെന്ന് ഭരണം പിടിച്ചെടുക്കാനുള്ള ഒരു മെത്തേഡിനെയാണ് ബ്ലിറ്റ്സ്ക്രീഗ് എന്ന് പറയുന്നത്. ഇനി ഫാക്ടേഴ്സ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് തോറ്റുപോയത് അല്ലെങ്കിൽ ഇവരുടെ ഫെയിലിയർ ആകാനുള്ള കാരണങ്ങൾ എന്താ? ആദ്യത്തെ കാരണം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഓരോ റാങ്കും ഫയലിലും ഡേറ്റും അവരുടെ ടൈമിംഗ് ഓഫ് അറ്റാക്ക്, എപ്പോഴാണ് അറ്റാക്ക് ചെയ്യേണ്ടതെന്നുള്ള ആ ടൈം ശരിയല്ല. രണ്ടാമത് നോക്കുമ്പോൾ സ്പെഷ്യലായിട്ട് ഇന്റലിജൻസ് ഇൻപുട്ട് അല്ലെങ്കിൽ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുക. നമ്മൾ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ നോക്കേണ്ടത് എങ്ങനെ നമുക്ക് പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാൻ പറ്റും, എങ്ങനെ പ്രിവെൻഷനാണ്. നമ്മൾ ഒരു കലഹം വരുന്നതിന് മുമ്പ് ആ പ്രിവെന്റീവ് മെഷറിലാണ് നമ്മൾ ടോപ്പ് ലീഡേഴ്സിനെ പിടിച്ച് അകത്ത് പോലീസ് അടുത്ത് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുന്നത്. കാരണം അവർ ലീഡർ ഉണ്ടെങ്കിലല്ലേ അനുയായികൾ പിന്നാലെ വരുള്ളൂ. അപ്പൊ ആദ്യം ലീഡറെ പിടിച്ച് അകത്തിടുക. സെക്കൻഡായിട്ട് മൂന്നാമത്തെ കാരണം എന്താന്ന് വെച്ചാല് ഇവർക്ക് മാസായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ വളരെ വലിയ തരത്തിലുള്ള അറ്റാക്ക് ചെയ്യാൻ പറ്റാണ്ട് വന്നു. നാലാമത്തെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ സമയത്ത് കലഹങ്ങൾ കൂടുതൽ വന്നുകൊണ്ടിരുന്നപ്പോൾ അവര് ഇന്ത്യൻ ഗവൺമെന്റിനോട് സഹായം ചോദിക്കുകയും ആ സഹായം തരാമെന്ന് ഇന്ത്യൻ ഗവൺമെന്റ് പറയുകയും ചെയ്തപ്പോഴത്തേക്കും തന്നെ അവരുടെ പവർ അല്ലെങ്കിൽ അവരുടെ എയിം കുറച്ച് ഷേക്ക് ആകാൻ തുടങ്ങി. ഇനി 1987-89 ഇവിടുത്തെ ആന്റി ഇന്ത്യ അജണ്ട വരാനുള്ള കാരണം അതാണ്. നമ്മുടെ ശ്രീലങ്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ശ്രീലങ്ക വിസിറ്റ് ചെയ്ത രാജീവ് ഗാന്ധിക്ക് ഒരു ശ്രീലങ്കൻ ആർമി മാൻ അടിക്കാൻ പോവുകയും തോക്ക് മടക്കി അടിക്കാൻ പോവുകയും അങ്ങനെ ഡക്ക് ചെയ്യുന്നൊക്കെ പിക്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഇതൊക്കെ കണ്ടതായിട്ടും. ആ കാലഘട്ടങ്ങൾ ആ ദേഷ്യം, അതിന്റെ പരിണാമമാണ് രാജീവ് ഗാന്ധിയുടെ കൊല തന്നെ നടക്കുന്നത് ഇവിടെ. അപ്പൊ ഇന്ത്യൻ എക്സ്പാൻഷൻ, അവരുടെ തോന്നൽ ഇന്ത്യ കൂടെ പീസ് കീപ്പിംഗ് ഫോഴ്സ് പോയി ആ ലാൻഡിനെ എടുത്ത് ഇന്ത്യയിലേക്ക് മെർജ് ചെയ്യും എന്നുള്ള ഒരു തോന്നലാണിത്. ആക്ച്വലി നമ്മൾ ഒരിക്കലും അത് ഉദ്ദേശിച്ചിട്ടില്ല. അവര് സഹായം ചോദിച്ചപ്പോൾ നമ്മൾ കൊടുത്തു എന്ന് മാത്രം. അതേമാതിരി ഡെത്ത് ത്രെട്ട്, പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ പാടില്ല ഇലക്ഷനില്, ഇങ്ങനെ കർഫ്യൂ ഒക്കെ കൊണ്ടുവരികയും ആ കർഫ്യൂ വഴി ആൾക്കാരെ കൊല ചെയ്യുക അല്ലെങ്കിൽ ഹിംസപ്പെടുത്തുക എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഈ റബല്യൻ ഉണ്ടായിരുന്ന കാരണങ്ങൾ. എഗെയിൻസ്റ്റ് ഇന്ത്യക്ക് എതിർത്ത് അവര് പ്രഭാഷണങ്ങൾ പറയാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാ. ഇന്ത്യൻ എക്സ്പാൻഷനിസം ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്ത്യ ഇനി പ്രത്യേകിച്ച് അവിടെ ഇന്ത്യ കൺട്രോളിൽ പിടിക്കുവോ, ശ്രീലങ്ക അവരുടെ കൺട്രോളിൽ ആയിപ്പോകുമോ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മെമ്പേഴ്സിനെയൊക്കെ കൊല്ലാനും പിടിക്കാനും. അപ്പൊ ആ റാഡിക്കൽ ഗ്രൂപ്പിന്റെ പരിണാമം അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉള്ളത് കൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ ഒരു തോന്നൽ വരുന്നത്.
തമിഴ് മിലിറ്ററൻസ് ഗ്രൂപ്പ് അവർ തമിഴ് ഗ്രൂപ്പുകൾ ഫ്രസ്ട്രേറ്റഡ് ആവുകയും ആ ശ്രീലങ്കൻ തമിഴ് ഗ്രൂപ്പ് കൂട്ടായ്മയോടെ ചിന്തിക്കാനും അസാസിനേഷൻ ചെയ്യാനും അല്ലെങ്കിൽ വലിയ വലിയ നേതാക്കന്മാരെ കൊല ചെയ്യാനും ബാങ്ക് റോബറി അവർക്ക് ആവശ്യമുണ്ടല്ലോ, പൈസയുടെ ആവശ്യമുണ്ട്, അതുമാതിരി തന്നെ ട്രെയിനിങ്ങിന് ആവശ്യമുണ്ട്, മിലിറ്ററിക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് ആംസ് ആൻഡ് അമ്യൂണേഷൻസ് മേടിക്കണം, ഇതിനൊക്കെ അവർക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അവർ പല വിധത്തിലുള്ള തെറ്റുകൾ ചെയ്യാൻ തുടങ്ങി. മേജറായിട്ട് സ്പ്ലിൻഡർ മിലിറ്റന്റ് ഗ്രൂപ്പ്സ് ആണ് 1980 നടത്തത്. ലിബറേഷൻ LTT വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു LTT. നമ്മൾ വളരെ കാര്യമായിട്ട് കേട്ടിട്ടുണ്ട്. ശ്രീലങ്കൻ തമിഴ് റെഫ്യൂജീസ് ഇവിടെ നിന്ന് പോയി അവിടെ താമസിക്കുന്നവരാണ്. അവരവസാനം അവിടുത്തെ കാര്യങ്ങൾ വരെയും. അപ്പോ ഈ തമിഴ്നാട്ടിൽ നിന്ന് പോയിട്ടുള്ളവര് കുറച്ചു കാലം അവിടെ താമസിക്കും, അവിടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി ഇന്ത്യയിലേക്ക് വരും. അപ്പൊ ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രീലങ്കയിലും തമിഴിലും LM-വാസ് എന്ന് പറയും. ഇനി LM-വാസ് തമിഴീഴത്തിന്റെ എതിർത്ത് അവരുടെ ഗവൺമെന്റിനെ എതിർത്തുകൊണ്ടുള്ള ഒരു ഫൈറ്റ് ആണ് തമിഴ് കമ്മ്യൂണിറ്റിയും ശ്രീലങ്കൻ ഗവൺമെന്റും തമ്മിൽ നടന്നുകൊണ്ടിരുന്നത്. അതിലാണ് ഇന്ത്യ ഗവൺമെന്റ് 1987 ഒരു പീസ് ട്രീറ്റിക്ക് വേണ്ടി ചെല്ലുകയും അവിടെ കുറെ കാലം നമ്മളുടെ ജവാന്മാർ അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ചില പരിണാമങ്ങളൊക്കെ ഉണ്ട്. അതിൽ ചില ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവര് പറയുന്നതും ഇവര് പറയുന്നതും ഞാനിപ്പോ ഒന്നും പരാമർശിക്കുന്നില്ല. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, രണ്ട് സൈഡിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് അവസാനം 1990 നമ്മളുടെ പീസ് കീപ്പിംഗ് ഫോഴ്സ് മുഴുവനും വിഡ്രോ ചെയ്ത് ഇല്ലംവാറിന്റെ അതിനൊരു ശ്രീലങ്കൻ സെക്യൂരിറ്റി ഫോഴ്സിന് ഒരു 1900 ജൂണിൽ ഒന്ന് നിർത്തി ഒന്ന് പതുക്കെ അതിന്റെ കുറവ് കൊണ്ടുവച്ചു. LTT ഗവൺമെന്റ് ഏരിയൽ ബോംബിംഗ് നടത്തിയിരുന്നു. വലുതായിട്ട് 94 ഒരു ശ്രീലങ്കൻ ഗവൺമെന്റ് ചന്ദ്രിക കുമരതുംഗയുടെ നേതൃത്വത്തിൽ ഒരു സൊല്യൂഷൻ കൊണ്ടുവരികയാണ് ചെയ്തത്. ഈ ബ്രോക്ക് ഡൗൺ ഒക്കെ കാരണം കഴിഞ്ഞിട്ട് അവര് ശ്രീലങ്കൻ ഒരു എന്താ പറയാ സമാധാന പാതയിലേക്ക് പോവുകയും 1995-96 ഒരു ജാഫ്നയുടെ സിസ്റ്റത്തിൽ കൊണ്ടുവന്ന് LTT വരികയും ചെയ്തു. ഇനി 22 ഒരു സീസ് ഫയർ എന്ന് വെച്ചാൽ സമാധാനപരമായ ഒരു ട്രീറ്റി സൈൻ ചെയ്യുകയും ആ ട്രീറ്റി പ്രകാരം ശ്രീലങ്കൻ ഗവൺമെന്റും LTTയും തമ്മിൽ ഒരു ധാരണയിൽ എത്തുന്നു. 6 റൗണ്ട് സ്പീക്കിന് ശേഷമാണ് അത് ധാരണയിൽ വന്നതും. അതേമാതിരി അവരൊരു സമാധാനത്തിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ട്രൈ ചെയ്തു. ഇനി ഈ ഇല്ലംവാർ 4ാമത്തെ ഇല്ലംവാറിലാണ് ഓപ്പൺ ആയിട്ട് അവര് സൂയിസൈഡ് അറ്റാക്ക് ഒക്കെ വരിക. അത്രയ്ക്ക് അവര് എന്താ പറയാ ബ്രെയിൻ വാഷ് ചെയ്യാണ് മെമ്പേഴ്സിന്. അങ്ങനെ ഈ LM-വാർ 4ാമത്തത് 2009 വന്നു. അവര് ഗവൺമെന്റ് ഫോഴ്സസ് ഒക്കെ പിടിച്ചെടുത്തു. അപ്പൊ പല വിധത്തിലും അവര് ഗവൺമെന്റ് സിവിൽ ഗവൺമെന്റ് സിംഗള ഗവൺമെന്റ് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് തന്നെ തരുന്നു. ഇനി ഇസ്ലാമിക് മിലിറ്ററി ഈസ്റ്റർ അറ്റാക്കില് അവര് എന്താ ചെയ്യുന്ന വെച്ചാല് ഇസ്ലാമിനെ പുരോഹിതന്മാരെ അറ്റാക്ക് ചെയ്യുക, അവർക്കുള്ള ഡിസ്റ്റർബൻസ് കൊടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് അതും ഒരു ശ്രീലങ്കനും തമിഴും ശ്രീലങ്കൻ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് തമിഴ് ഇന്ത്യയിലുള്ളവർക്കും ഇതിന്റെ ഒരു പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഇന്റർ എത്നിക് നമ്മൾ നോക്കുകയാണെങ്കിൽ ബോഡു മത്സ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ്, രാവണ മത്സ്യ, പല ഗ്രൂപ്പുകളും യങ് ആയിട്ടുള്ള ബുദ്ധിസ്റ്റ് ഭിക്ഷുക്കളും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഒരു ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. ആ ശ്രീലങ്കയിലെ നേഷനില് എല്ലാ ത്രെട്ടിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ജുഡീഷ്യറി കൊണ്ടുവന്നാൽ കൂടിയും അതിൻ്റെതായ പ്രോബ്ലംസിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇനി അടുത്ത ചാപ്റ്റർ വരുന്നത് മാൽദീവ്സ് ആണ്. അത് വളരെ ചെറിയ ഒരു ഐലൻഡ് ആണ് മാൽദീവ്സ്. 2 ചെറിയ കൺട്രികൾ നമ്മൾ നേരത്തെ പറഞ്ഞത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ മാൽദീവ്സിൽ വരുന്നത്. ഇത് 2ാമത്തെ ചാപ്റ്റർ, അടുത്ത ചാപ്റ്റർ ആണ്. ഇതും ചെറിയതായിട്ടുള്ള ഒരു ഐലൻഡ് ആണ്. ഈ ഐലൻഡിൽ നമ്മൾ കാണുന്നത് വൈബ്രന്റ് ആയിട്ടുള്ള വളരെ പ്രാധാന്യം വിധിയുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിൻ്റെതായിട്ട് മാൽദീവ്സിന് ഒരു ഗ്രൂപ്പ് ചെറിയ ചെറിയ ഗ്രൂപ്പാണ് ഇത്. 26 ജൂലൈ 65 അവർക്ക് ഫ്രീഡം കിട്ടുന്നത്.
26 ജൂലൈ 1965 ബ്രിട്ടന്റെ കൺട്രോളിൽ ഉണ്ടായിരുന്നു മാൽദീവ്സ്. അവർക്ക് ഫ്രീഡം കിട്ടുകയാണ്. ഇതിന് കൂടാണ്ട് ഇവിടെ 1192 കോറൽ ഐലൻഡ്സ് ഉണ്ട്. അതിനെ 26 വായിച്ചിട്ടുണ്ട്. ആകെ മൊത്തം നോക്കുമ്പോൾ 300 സ്ക്വയർ മീറ്ററേ ഉള്ളൂ. പോപ്പുലേഷനും കുറവാണ് മാൽദീവ്സിൽ. മാൽദീവ്സ് മുഴുവനും അട്രാക്ഷൻ മുഴുവനും അവരുടെ സീഷോറും അവരുടെ സൈറ്റ് സീയിങ് ആണ്. ഇനി ഇതിന്റെ ലൊക്കേഷൻ എവിടെയാന്ന് വെച്ചാൽ ഇന്ത്യൻ ഓഷ്യനില് സൗത്ത് വെസ്റ്റ് ഓഫ് ഇന്ത്യയിലാണ് ഇതിന്റെ ലൊക്കേഷൻ കിടക്കുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മുഖാന്തരം 1808 കോൺസ്റ്റിറ്റ്യൂഷൻ മുഖാന്തരം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കും പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റിലാണ് അത് സ്ഥാപിതമായത്. അതുവരെ അത് ഡച്ചിന്റെ കൺട്രോൾ, ആദ്യത്തെ ഇന്ത്യയിലുമാർ തന്നെ ആദ്യം ഡച്ച് കൺട്രോൾ ഉണ്ടായിരുന്നു, പിന്നെ ബ്രിട്ടീഷ് കൺട്രോൾ ഉണ്ടായിരുന്നു. അതിനുശേഷം 32, 53, 68, 98, 1998 ഫൈനലായിട്ട് 2008 ആണ് അതിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ നിയമപരമായി ഭരണഘടനയായിട്ട് അതിനെ കൊണ്ടുവരികയും ഇവിടെ ലാംഗ്വേജസ് മാൽദീവ്സിലുള്ള ലാംഗ്വേജ് ദാവി എന്ന് പറയും. പിന്നെ അതിന്റെ അവരുടെ മതമായിട്ട് സ്റ്റേറ്റ് മതമായിട്ട് വെച്ചിട്ടുള്ളത് ഇസ്ലാമാണ്. ഇനി പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് മാൽദീവ്സിൽ എങ്ങനെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെ നമ്മൾ 2008 ഇതേമാതിരി 8 കാറ്റഗറിയിൽ കൊണ്ടുവന്നു. സ്ട്രെങ്തനിങ് ഗവൺമെന്റ്, പ്രോപ്പർട്ടി, എത്രത്തോളം നമുക്ക് ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, ഇൻഡിപെൻഡൻസ്, ജുഡീഷ്യറി, അതായത് ന്യായം എത്ര വിധത്തിൽ കൊണ്ടുപോകാം. ഇങ്ങനെ 8 ജുഡീഷ്യറിയിൽ മോഡേൺ സിസ്റ്റം കൊണ്ടുവരണം, സിവിൽ സർവീസ് കൊണ്ടുവരണം. ഇതൊക്കെ ചോദിച്ചാണ് ഓരോ സിസ്റ്റത്തിനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. പ്രസിഡന്റിന്റെ പവർ ഇതേമാതിരി തന്നെ എലക്ഷൻ ചെയ്തെടുത്ത് മെജോറിറ്റിയിൽ വരുന്ന 5 കൊല്ലത്തേക്കാണ് ടേം. ഈ 5 കൊല്ലത്തെ ടേമിൽ അവർ 50% +1 വോട്ടിനാണ് പോകുന്നത്. അതേമാതിരി 2 വർഷം പ്രസിഡന്റ് ഇരിക്കുന്നു. ഹെഡിന്റെയും ഗവൺമെന്റിന്റെയും സ്റ്റേറ്റിന്റെയും ഹെഡായിട്ടാണ് പ്രസിഡന്റിന്റെ സ്ഥാനം. ഇനി പവേഴ്സ്, എന്തൊക്കെ പവേഴ്സ് ഉണ്ട് മാൽദീവ്സിലുള്ള ഡിഫൻസ് ഫോഴ്സ് എല്ലാം ഡിക്ലെയർ ചെയ്യാനുള്ള, വാർ ഡിക്ലെയർ ചെയ്യാനുള്ള പവർ, ഇതൊക്കെ പ്രസിഡന്റിന് എന്തൊക്കെ നാട്ടിൽ എന്തൊക്കെ ചെയ്യണം ഡിറ്റർമിൻ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ട്രീറ്റീസ് സൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റുമായിട്ട് സൈൻ ചെയ്യണം, ഇതൊക്കെ അവർക്കുള്ള ഗവൺമെന്റിന്റെ പ്രസിഡന്റിന്റെ പവറിൽ വരുന്നതാണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ വരുന്ന പവറിൽ വരുന്നതാണ് ഇതൊക്കെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക. ഇത് കൂടാണ്ട് ഡിപ്ലോമാറ്റിക് മിഷൻസ് വരുമ്പോൾ അവരെ റിസീവ് ചെയ്യുക, അവർക്ക് വേണ്ട ക്രെഡൻഷ്യൽസ്, ഡിപ്ലോമാറ്റിക് കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ മാൽദീവ്സിന്റെ പ്രസിഡന്റ് നമ്മളെ കണ്ടിട്ടുണ്ടാവും. ജനുവരി 26 അല്ലെങ്കിൽ നമ്മളുടെ റിപ്പബ്ലിക് ഡേക്ക് നമ്മള് പ്രസിഡന്റ്, മറ്റേ രാജ്യത്തെ പ്രസിഡന്റ് ഇവിടെ വരിക, വേർഡ് ഓഫ് ഓണർ എടുക്കുക. അപ്പൊ ഇങ്ങനത്തെ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് കൊണ്ടു നടന്നു പോകണം എന്നുള്ളതൊക്കെ പ്രസിഡന്റ് പവറിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കുമ്പോൾ ജുഡീഷ്യൽ പവേഴ്സ്, ഏതൊക്കെ തരത്തിലാണ് ജുഡീഷ്യൽ അല്ലെങ്കിൽ നിയമപരമായി പ്രസിഡന്റിന് പവർ ഉള്ളത്. അപ്പോയിന്റ് ചെയ്യാം. ആര് അപ്പോയിന്റ് ചെയ്യാം? സുപ്രീം കോർട്ട് ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യാം. അതേമാതിരി ഇന്ത്യയിലുള്ളമാർ തന്നെ ഗ്രാൻഡ് പാർഡൻസ് എന്ന് വെച്ചാൽ മേഴ്സി പെറ്റീഷൻ വഴി അവർക്ക് ന്യായം കൊടുക്കാം. ഒരാളെ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രസിഡൻഷ്യൽ മേഴ്സി പെറ്റീഷൻ വഴി വരികയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അതിന് വേണ്ടാന്ന് വെക്കാം, അല്ലെങ്കിൽ ആ സെന്റൻസിലെ വേർഡിക്റ്റിനെ തൂക്കിക്കൊല്ലലിന് പകരം ജീവപര്യന്തമാക്കി മാറ്റാം, റിഡക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോ ഹെഡ് ഓഫ് ദി എക്സിക്യൂട്ടീവ് എന്നുള്ള ലെവലില് ക്യാബിനറ്റിന്റെ കൺട്രോള്, അപ്രൂവൽ പാർലമെന്റിൽ അപ്രൂവൽ ചെയ്തത്, അതേമാതിരി തന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഹാർമോണിയസ് ആയിട്ടുള്ള ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഗവൺമെന്റ് കൊണ്ടുപോകണം എന്നുള്ളതും ജുഡീഷ്യൽ പവേഴ്സിൽ വരുന്നതാണ്. അപ്പോൾ എത്രത്തോളം ജുഡീഷ്യലി കറക്റ്റ് ആയിട്ട് പോകുമ്പോൾ ഇൻ കൺസൾട്ടേഷൻ എന്നാ പറയാ, അവരുമായിട്ട് സംസാരിച്ച് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളോട് കൂടിയായിരിക്കണം ഈ എക്സിക്യൂഷൻ ഓഫ് ഹിസ് പവേഴ്സ്. പ്രസിഡന്റിന്റെ പവർ, ഞാൻ പ്രസിഡന്റ് ആണ് നാളെ തൊട്ട് എനിക്ക് ഇഷ്ടമുള്ള ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കില്ല. അത് ഇംപീച്ച്മെന്റിന് പോകും. ഇനി വൈസ് പ്രസിഡന്റ് ഉണ്ട്. ഇവിടെ വൈസ് പ്രസിഡന്റ് പ്രൊവിഷൻ അല്ലെങ്കിൽ പവേഴ്സ് എന്തൊക്കെയാ വെച്ചാൽ
ഡിസ്ചാർജ് ചെയ്യുക. അതായത് പ്രസിഡന്റ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകുമ്പോൾ പ്രസിഡന്റ് ചെയ്യേണ്ടിരുന്ന വർക്കുകളൊക്കെ വൈസ് പ്രസിഡന്റ് ആണ് നടത്തിക്കൊണ്ട് പോകേണ്ടത്. അത് മാത്രമല്ല, വൈസ് പ്രസിഡന്റ് ഈ ക്യാബിനറ്റിന്റെ തന്നെ ഒരു പാർട്ടായതുകൊണ്ടും പാർലമെന്ററി കൺഫർമേഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും അവര് ഇൻ കൺസൾട്ടേഷൻ ഡിസ്കസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ബട്ട് അതേസമയം ആ വൈസ് പ്രസിഡന്റിനെ ഒരു കാരണവശാലും പ്രസിഡന്റ് മാറ്റി കളയാൻ പറ്റില്ല, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പറ്റില്ല. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രണ്ടുപേരും എല്ലാവിധമായ പാർലമെന്ററി ആക്ടിവിറ്റീസിനും ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസിനും ആൻസറബിൾ ആണ്. അവര് നിയമത്തിന്റെ മുന്നിൽ അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ. അപ്പോ മെമ്പേഴ്സ് ഓഫ് ദ ക്യാബിനറ്റും ഇതേമാതിരി തന്നെ അവരുടെ മെമ്പേഴ്സ്, ഓരോ ക്യാബിനറ്റിലുള്ള മെമ്പേഴ്സും അവരുടെ ജോലിയിൽ, അവർ ചെയ്യുന്ന പ്രവർത്തികളിൽ, അവർ ചെയ്യുന്ന പോർട്ട്ഫോളിയോയിൽ കൂടെ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പ്രസിഡന്റിന്റെയും പാർലമെന്റിന്റെയും മുമ്പിൽ ആൻസറബിൾ ആണ്. അതിന്റെ അർത്ഥം അവരുടെ വേർഡിക്റ്റ് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിക്ക് അവര് ന്യായം കണ്ടുപിടിച്ച് അത് പറഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം, ഈ ആൻസറബിൾ എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഇനി പീപ്പിൾസ് മജ്ലിസ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ അറബിക് ടേം. മജ്ലിസ് എന്ന് പറഞ്ഞാൽ പൂമുഖത്ത്, അല്ലെങ്കിൽ ഈ പാർലമെന്റ് നോൺ ആസ് പീപ്പിൾസ് മജ്ലിസ് പറയുമ്പോൾ ആൾക്കാരുടെ, അവിടുത്തെ ജനങ്ങളുടെ മജ്ലിസ്. അത് നമ്മൾ പറയില്ലേ, എന്താ പറയാ, നമ്മള് പൂമുഖം അല്ലെങ്കിൽ നമ്മളുടെ മുൻവശത്തെ വീടിന്റെ മുൻവശത്ത് അറബ് കൺട്രീസില് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ ഒക്കെ വീട്ടിൽ പോയിട്ട് എല്ലാം സംസാരിക്കുക. അവരുടെ വീടിന്റെ മുമ്പിൽ ഒരു മജ്ലിസ് ഉണ്ടാവും. ആ മജ്ലിസിൽ ഇരുന്നാണ് ആണുങ്ങൾ വന്നിട്ട് അല്ലെങ്കിൽ മെയിൽ പൊളിറ്റീഷ്യൻസ് സംസാരിക്കുന്നത്. ആ ടേം അവിടെ നിന്നാണ് പറഞ്ഞത്. മജ്ലിസ് എന്ന് പറഞ്ഞ ടേമിന്റെ അർത്ഥം ഇതാണ്, പൂമുഖത്തിരുന്ന് വർത്താനം പറയുക, ജെൻസ്, അതാണ് അർത്ഥം. യൂണികാമറൽ ഹൗസില് 87 മെമ്പേഴ്സ് ഉണ്ട്. ഇവർ 87 പേർക്കും എത്ര വർഷത്തേക്കാണ് ടേം? 5 വർഷത്തേക്കാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ടേമിൽ കിട്ടിയ. ഈ ഡയറക്റ്റ് 5 കൊല്ലം നിങ്ങൾക്ക് ഭരിക്കാം. 87 മെമ്പേഴ്സിനും 5 കൊല്ലം ഭരണഘടന പ്രകാരം നിങ്ങൾക്ക് ഭരിച്ചു കൊണ്ടുപോകാം. അതേസമയം ഇതിന്റെ അല്ലെങ്കിൽ മെമ്പർഷിപ്പ്, പാർലമെന്റ് മെമ്പർഷിപ്പ് ഒരു പോപ്പുലേഷൻ എത്രത്തോളം ഉണ്ടോ അതിന്റെ റേഷ്യോയിലായിരിക്കും ഈ മെമ്പർഷിപ്പ് കിട്ടുക, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ ഡൈനാമിക് ആണ് എന്നുള്ളത്. അപ്പൊ ഇതേമാതിരി തന്നെ ഈ പീപ്പിൾസ് മജ്ലിസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് ഇതാണ്, അവിടുത്തെ ജനാധിപത്യത്തിലുള്ള അവരുടെ ആൾക്കാരുടെ പവറാണ്. ആ പവറിനെയാണ് നമ്മളിവിടെ മജ്ലിസ് വഴി പ്രാക്ടീസ് ചെയ്യാൻ. അതോറിറ്റി, അതായത് എന്ത് ചെയ്യാനുള്ള അതോറിറ്റി ആണുള്ളത്? ഒരു റൂള് വന്നാൽ അത് എനാക്ട് ചെയ്യാൻ, പ്രാക്ടീസ് ചെയ്യാനുള്ള അതോറിറ്റി. പിന്നെ അമെൻമെന്റ് ചെയ്യാൻ, അതായത് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താനോ കൂടുതലായിട്ട് എഴുതി ചേർക്കാനോ ഡിലീറ്റ് ചെയ്യാനോ ഉള്ള അമെൻമെന്റ് അതോറിറ്റി. റിവൈസ് ചെയ്യാൻ പറ്റും ലോസിനെയൊക്കെ. ലോസിനെ, നമ്മുടെ ലോസ് പണ്ട് ഉണ്ടായിരുന്നു 21 വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വോട്ടിങ്ങിന് പോവുക. പിന്നെ നമ്മൾ അമെൻമെന്റ് ചെയ്ത് അതിനെ 18 വയസ്സാക്കി മാറ്റി. കാരണം സൗകര്യം അനുസരിച്ച് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്സ് വരും. അപ്പോൾ അപ്പൊ ഇവിടെ ഈ മജ്ലിസില്, പീപ്പിൾസ് മജ്ലിസിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. അവരുടെ കാര്യങ്ങൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാനും അതിന് വേണ്ട വിധത്തിലുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കാനും ഈ പീപ്പിൾസ് മജ്ലിസിന് പറ്റും. ഇനി ജുഡീഷ്യൽ കോർട്സ് എങ്ങനെയാന്ന് വെച്ചാൽ, ഏതേ വിധത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഏറ്റവും ടോപ്പിൽ വരുന്നത് സുപ്രീം കോടതി, അതിന്റെ പിന്നാലെ വരുന്നത് ഹൈക്കോടതി, അതിന്റെ പിന്നാലെയാണ്, അതിന്റെ താഴെയായിട്ടാണ് ലോവർ കോർട്സ് വരെ. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ മാതിരി തന്നെയാണ് ഈ കോടതികളൊക്കെ ഓൾമോസ്റ്റ് ഒരേ മാതിരിയാ വരിക. അപ്പൊ മജിസ്ട്രേറ്റ് കോടതിയിൽ, ലോവർ കോർട്ടില് മജിസ്ട്രേറ്റ് കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സുപ്രീം കോടതിയിലും ഫങ്ഷണലി അവര് സംസാരിച്ച് വരും. അപ്പോ സിവിൽ കോർട്ട് ഉണ്ട്. സിവിൽ കോർട്ട് എന്ന് പറയുമ്പോൾ സാധാരണ വിധത്തില് ഭൂമിപരമായിട്ടുള്ള സിവിൽ ആയിട്ടുള്ള കേസുകൾ ഡിസ്കസ് ചെയ്യുക. ക്രിമിനൽ കോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഭയങ്കരമായിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസും അവിടുത്തെ ജഡ്ജ്മെന്റും ഈ ക്രിമിനൽ കോർട്ടാണ് നടക്കുക. ഫാമിലി കോർട്ട് എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിക്കകത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ആ ഫാമിലി കോർട്ടിൽ വെച്ച്
തീർപ്പ് ഉണ്ടാക്കുക. ജുവലൈൻ കോർട്ട് എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള യങ്സ്റ്റേഴ്സ് ഏതെങ്കിലും തെറ്റ് ചെയ്താൽ അവർക്ക് വേണ്ട ശിക്ഷണം കൊടുക്കാനുള്ളതാണ് ജുവലൈൻ കോർട്ട്. ഇത് കൂടാണ്ട് തന്നെ നമുക്ക് സുപ്രീം കോടതികളുണ്ട്. ഈ കോടതികൾ ഒരു പ്രാവശ്യം മാലയിലാണ് അവരുടെ സുപ്രീം കോടതി ഉള്ളത്. അവരിരിക്കും. മജിസ്ട്രേറ്റ് കോടതികളുണ്ട്. ഇത് കൂടാണ്ട് ഇവർ പ്രസിഡന്റിനെ കൺസൾട്ട് ചെയ്യും. പ്രസിഡന്റ് കൺസൾട്ട് ചെയ്യുന്നത് പവർ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും ഈ സുപ്രീം കോടതിയും ജുഡീഷ്യൽ പവറൊക്കെ കൺസൾട്ട് ചെയ്യും. അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പീപ്പിൾസ് മജ്ലിസിനോട് കൂടിയും കൺഫർമേഷൻ ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ഒരു ഡിസിഷനിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അവിടെ ഒരു അപ്പോയിന്റ്മെന്റ്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ആൾക്കാർ ജഡ്ജിമാരെ ട്രാൻസ്ഫർ ചെയ്യുക, അതേമാതിരി ചീഫ് ജസ്റ്റിനെ ട്രാൻസ്ഫർ ചെയ്യുക, ജഡ്ജിമാരെ വേറെ കോർട്ടിലേക്ക് മാറ്റുക, ഇതൊക്കെ ഈ കൺസിഡറേഷനിലോടുകൂടി അല്ലെങ്കിൽ ഇതിൽ ഡിസ്കഷനിൽ മുഖാന്തരമാണ് അവർ ചെയ്യുന്നത്. ഇനി ഡീസെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ 230 ആർട്ടിക്കിളിൽ ഇവര് ഡീസെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, ഒരു സ്ഥലത്തല്ല ഡീസെൻട്രലൈസേഷൻ, അതായത് വിഭജിച്ചു കൊടുക്കുക. 2010 എന്തിനാണ് ഇതിങ്ങനെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഒരു ഓൺ ഡിസിഷൻ, നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തീർക്കാനുള്ള ഡെമോക്രാറ്റിക് ലെവലിലുള്ള ഒരു പോയിന്റ് ആണ് ഡീസെൻട്രലൈസേഷൻ കൊടുക്കുക. അതുവഴി നമുക്ക് ഇവിടെ സോഷ്യലായിട്ടും ഇക്കണോമിക്കലായിട്ടും കൾച്ചറലായിട്ടും അവർക്ക് അവരുടേതായ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസ്പെറിറ്റി ഉണ്ടാക്കാനുള്ള പവർ കൊടുക്കുകയാണ് ഈ ഡീസെൻട്രലൈസേഷൻ വഴി നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അല്ലെങ്കിൽ ആ ലോക്കൽ ഗവൺമെന്റ് 1089 ഐലൻഡ് ആണ്. അതിൽ 18 അറ്റോൾസ് ആണ്, 4 സിറ്റീസ് ഉണ്ട്. ഇതിനെയൊക്കെ കൺസിഡർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും കൗൺസിൽസ് ഉണ്ട്. ആ റെസ്പെക്റ്റീവ് കൗൺസിൽസ് അവര് ലോക്കലായിട്ട് വരുന്ന ഇഷ്യൂസ്, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, സോഷ്യൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, റോഡ് ആയിക്കോട്ടെ, അവരെ ഡീൽ ചെയ്യണം. അതാണ് ആ ലോക്കൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്യം. അതേമാതിരി അവർക്ക് കോർഡിനേഷൻ ചെയ്യണം ഡീസെൻട്രലൈസ്ഡ് ബോഡീസ് ആയിട്ട്. അവരുടെ ബഡ്ജറ്റ്, അവരുടെ ജൂറിസ്ഡിക്ഷൻ, അവർക്ക് എത്രത്തോളം എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെന്നൊക്കെ എടുത്ത് 3 കൊല്ലം കൂടുമ്പോൾ ഇതിനെ റിവൈസ് ചെയ്ത് എടുത്തു കൊടുക്കേണ്ടുള്ളത് ലോക്കൽ ഗവൺമെന്റ് അതോറിറ്റിയാണ്. ഇസ്ലാമിക് ലോയും ഇംഗ്ലീഷ് ലോയും പ്രാക്ടീസ് ചെയ്തിരുന്നു അവിടെ. സുന്നി ഫോം മുസ്ലിം ലോയും ഇസ്ലാമിക് ലോയും ഇംഗ്ലീഷ് ലോയും കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് ഇവിടെ കോമൺ ലോ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഇംഗ്ലീഷിന്റെ കൺട്രോളിൽ ഉണ്ടായിരുന്നത് കൊണ്ടും മുസ്ലിം ഫെയ്ത്തിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുള്ളത് കൊണ്ടുമാണ് ഇസ്ലാമിക് ലോയും ഇതും കൊണ്ടുവന്നിട്ടുള്ളത്, സുന്നി മുസ്ലിമിന്റെ റൂള്. അപ്പോ നോൺ മുസ്ലിം, അവിടുത്തെ നോൺ മുസ്ലിമിന് സിറ്റിസൺഷിപ്പ് കിട്ടില്ല. എല്ലാം മുസ്ലിംസിനാണ് ഇമ്പോർട്ടൻസ് മാലിദ്വീപിൽ കൊടുത്തിട്ടുള്ളത്. മൾട്ടി പാർട്ടീസ് ഉണ്ട്, പല വിധത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ മൾട്ടി പാർട്ടീസ് ഉണ്ട്. മൾട്ടി പാർട്ടി എന്ന് പറയുമ്പോൾ ഒന്നിന് കൂടുതൽ ഉള്ള പാർട്ടീസ് ആണ്. ഇവർക്കൊക്കെ മാൽദീവിയൻ ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ട്, രജിസ്റ്റേർഡ്. അത് രജിസ്റ്റർ ചെയ്തത് പൊളിറ്റിക്കൽ പാർട്ടി ഓഫ് കൺട്രി എന്നാണ്. ഇനി പ്രോഗ്രസീവ് പാർട്ടീസ് ഉണ്ട്, ജാമുറി പാർട്ടി ഉണ്ട്, ദേവരി പാർട്ടി ഉണ്ട്, പല വിധത്തിലുള്ള നാഷണൽ പീപ്പിൾസ് നാഷണൽ പാർട്ടി ഉണ്ട്. അപ്പൊ അലയൻസ് ആയിട്ടുള്ള മൾട്ടി പാർട്ടീസ് അലയൻസ് ചെയ്ത് വേണം ഗവൺമെന്റിനെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ. പ്രോഗ്രസ് എങ്ങനെയാന്ന് വെച്ചാല് 2008 മൾട്ടി പാർട്ടി ഇലക്ഷൻസ് നടത്തി. അതിനുശേഷം അവര് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്നു. UK-ന്റെയും US-ന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു മോഡൽസിലാണ് 2008 കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നത്. എല്ലാ വിധത്തിലും അവർ സപ്പോർട്ട് ചെയ്തുമാണ് അവരുടെ പ്രസിഡൻഷ്യൽ അഡോപ്ഷൻ ചെയ്യണം. അതിന് സ്റ്റേറ്റിന്റെ ഹെഡ് ആയിരിക്കണം, പാർലമെന്ററിൽ വരിക, ഇങ്ങനെയുള്ള റെഫറൻഡം വഴി അവർ ചെയ്തു. ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. അബ്ദുൾ ഖായം ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അതിനൊന്ന് പില്ലർ റെഡിയാക്കാൻ വേണ്ടി അവരൊരു ഓപ്പറേഷൻ സക്സസ് ആ പാർലമെന്ററി ഗവൺമെന്റിൽ ഡിസെൻഡ് ചെയ്ത് അതോറിറ്റേറിയൻ ആയാൽ അവരുടെ എക്സ്പീരിയൻസ് ഫെയിലിയർ ആയി പോകും. എല്ലാം ബാലൻസിങ് ചെക്ക് ചെയ്യാനും. എന്തിനാണ് ഈ ബാലൻസ് കൊണ്ടുവന്ന് വെച്ചാൽ എല്ലാ വിധത്തിലും അത് ചെക്കിങ് ചെയ്തു പോകണം. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആയാൽ കൂടിയും അതിനൊരു ചെക്കിന്റെ ആവശ്യമുണ്ട്. ആ ചെക്കിനാണ് ഇവര് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റിൽ കൊടുത്തിട്ട് എക്സിക്യൂട്ടീവ് ഓർ ദ ലെജിസ്ലേച്ചർ ഇവർ ഇന്റർഫിയറൻസ് ചെയ്തിട്ട് അവരെ ജുഡീഷ്യറി ഫെയിൽ ആവാണ്ടിരിക്കാനും കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ നിയമപരമായി നമ്മളുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാം ആൾക്കാർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതും നോക്കണം. അങ്ങനെയാണ് വരുന്നത്. ഇവിടെ ബാംഗ്ലൂർ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിൻസിപ്പിൾസിനെ നമ്മൾ ഇവിടെ കൊണ്ടിരിക്കുന്നുണ്ട് മാൽദീവ്സില്. അതിലെ റിക്വസ്റ്റ് എന്താന്ന് വെച്ചാൽ ഗ്യാരണ്ടി ഫെയർ ഡീല്,
ഫെയർ ആയിട്ടുള്ള ന്യായം അന്യായം നടത്താണ്ടുള്ള ഒരു ഡീല് നടത്തണം, അല്ലെങ്കിൽ ഒരു നിയമ വ്യവസ്ഥ കൊണ്ടുവരണം. അതാണ് അവിടെ ബാംഗ്ലൂർ പ്രിൻസിപ്പിൾസ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനും ഇതേമാതിരി തന്നെ മാൽദീവിയൻ ജുഡീഷ്യറിയാണ്. അവര് ഫ്രീ ആയിട്ടും എല്ലാവർക്കും വ്യത്യാസമില്ലാണ്ട് 2008 ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പ്രാക്ടീസിൽ കൊണ്ടുവന്നു. പവേഴ്സിനെ പിരിച്ചു കൊടുത്തു. എക്കണോമിക് പവേഴ്സ്, പൊളിറ്റിക്കൽ പവേഴ്സ് സ്റ്റിപ്പുലേഷൻസ് കൊടുത്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതേമാതിരി ചെയ്യാൻ പറയാം. ആഡിക്വേറ്റ് ആയിട്ടുള്ള ലീഗൽ ഫ്രെയിംവർക്കും കൊടുത്ത് അതിനെ കൊണ്ട് റെപ്രസെന്റേഷൻ കൊടുപ്പിച്ച് സ്ത്രീകൾക്കും റെപ്രസെന്റേഷൻ കൊടുത്തിട്ടാണ് വർക്ക് പോകുന്നത്. ഡീസെൻട്രലൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, പവർ കൊടുക്കുന്നതിനാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുക. അതിനെ 2015 ഒരു അമെന്റ്മെന്റ് കൊണ്ടുവച്ചു. അതുവഴി അവര് ഓട്ടോണമിയൊക്കെ മാറ്റി. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ വരുമ്പോ ഈ മാൽദീവ്സിൻ ഡെമോക്രാറ്റിക് പാർട്ടി ഡെമോക്രസീനെ പ്രാക്ടീസ് ചെയ്യിക്കാനുള്ള ഒരു എഫേർട്ടാണ് അവിടെ കാണുന്നത്. അതേ കൗൺസിലേഴ്സിന് റിസർവ്ഡ് സീറ്റ്, സ്ത്രീകൾക്കുള്ള റിസർവ്ഡ് സീറ്റ് കൊടുക്കുക, അതേമാതിരി ഡീസെൻട്രലൈസേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നൊക്കെയാണ് അവർ ചെയ്തത്. ജെറാസ്റ്റിക് ഗ്രൂപ്പിൽ വരുമ്പോഴത്തേക്കും ഇവിടെ സുന്നി മുസ്ലിമിന്റെ ഒരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ അവർ ചെറിയ വഴി പതുക്കെ അതിനെ ഒരു മാറ്റി എടുപ്പിക്കുകയാണ് ചെയ്തത്. മേജർ അറ്റാക്ക് വന്നിട്ടുണ്ട്. ഈ മേജർ അറ്റാക്കിലും അവർ കുറെ അൽഖൈദ ആയിട്ടുള്ള സംബന്ധം വരികയും അവർക്കുള്ള സപ്പോർട്ട് കൊടുക്കുകയൊക്കെ വരുന്നതുകൊണ്ട് ഉള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിലെല്ലാം ലൂപ്പ് ഹോൾസ് ഉണ്ടെങ്കിൽ കൂടെയും ഒരു സ്ട്രക്ചറിൽ പ്രോസസ്സ് കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ മാൽദീവ്സിൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് അൺഡെമോക്രാറ്റിക് മാറ്റി സ്റ്റെബിലൈസ് ചെയ്യാൻ മാൽദീവ്സ് ട്രൈ ചെയ്യുന്നു. നന്ദി, നമസ്കാരം.